GT259 ഒരു സ്പെഷ്യൽ സൺഡേ. അപ്പോൾ ഇന്ന് റീസെൻ്റായിട്ടൊക്കെ നമ്മൾ ഈ ഫാസ്റ്റിംഗ് പീരീഡൊക്കെ ആയതുകൊണ്ട് സൈലൻസും അതുപോലെ തന്നെ സോളിറ്റ്യൂഡൊക്കെയാണ് ചർച്ചാ വിഷയമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിലാണ് ഈ ടോപ്പിക്ക് ഇന്നത്തോടു കൂടി അങ്ങ് ആ പാർട്ടും കൺക്ലൂഡ് ചെയ്യാം എന്ന ഉദ്ദേശത്തിലാണ് ഇന്ന് ഇൻക്ലൂസീവ് സെക്ലൂഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് തന്നെ എടുക്കാനുള്ളൊരു കാരണം. ഇതിൽ പുതുതായിട്ടൊന്നും പറയാനില്ല. നമുക്കറിയാവുന്ന ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തു പോയ പല കാര്യങ്ങളെയും ഒന്ന് ഏകോപിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ഇൻക്ലൂസീവ് സെക്ലൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്ക് അറിയുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ അതെന്താണെന്ന് പിടുത്തം കിട്ടാത്തവരുണ്ടായിരിക്കാം, എന്തോ കട്ടിയായ സംഭവമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാക്കുകളോ ടേമുകളോ ഫ്രേസുകളോ അല്ല വിഷയം, അതിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ മനസ്സിൽ ആ ടേം എന്തോ കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കട്ടിയെ അങ്ങ് വിട്ട് കളയാം, അങ്ങ് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ടേംസ് അല്ല നമ്മളെപ്പോഴും പിക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ എന്താണ് അതിൻ്റെ സെൻസ്, അല്ലെങ്കിൽ അത് നമ്മൾക്ക് എന്ത് സെൻസാണ് കൊണ്ടുതരുന്നത്. അപ്പോഴാണ് നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിൻ്റെ എസെൻസ് പിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഗൈഡഡ് ടോക്കിൽ എപ്പിയർ എന്ന് നിങ്ങളോട് ഒരിക്കലും സെക്ലൂഷൻ എന്താ എന്ന് പറയേണ്ട ആവശ്യമില്ല, സോളിറ്റ്യൂഡ് എന്താ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലാമിയും കുറേ അതിനെപ്പറ്റി സംസാരിച്ചു. നമ്മൾ ഒറ്റയ്ക്കിരിക്കലും അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഇരിക്കലും എന്ന ഒരു തലം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആണ്. നമ്മൾ ഈശ്വരനോടൊപ്പം ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ഇരിക്കുന്ന സമയം, ആരാധനകൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയം, അവിടെ നമ്മൾ ഇല്ലെങ്കിൽ അവിടേക്ക് ദൈവം വരൂല എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറയുക, മനസ്സാന്നിധ്യം ഇല്ലാത്തടത്ത് നിങ്ങളില്ല, നിങ്ങളുടെ ശരീരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളില്ലാത്തിടത്തേക്ക് എന്തിനവൻ വരണം? അവനൊരു ചോദ്യമുണ്ട്. നീ ഉണ്ടെങ്കിൽ ഞാൻ വന്നാൽ മതിയല്ലോ, കാരണം നീ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ എന്ന രീതിയിലാണ് ഞാനും നീയും എന്ന സത്യത്തെ അവൻ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ പലരും പറയാറുണ്ട്, എനിക്ക് മനസ്സാന്നിധ്യം കിട്ടുന്നില്ല, ഞാൻ ആരാധനയിലാണ്. ഇനി ആരാധന എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി സ്പിരിച്വലായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ, അതിൽ നിങ്ങളുടെ ശരീരമുണ്ട്, നിങ്ങളുടെ സമയമുണ്ട്, നിങ്ങളുടെ സ്ഥാനമുണ്ട്, നിങ്ങളുടെ ജപങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സില്ലെങ്കിൽ അവിടെ നിങ്ങളില്ല. അപ്പം നിങ്ങളില്ലാത്തിടത്തേക്ക് എന്തിന് ഞാൻ വരണം? നിങ്ങൾ ഒരു നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ നിങ്ങളുടെ വീട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആക്കി വെച്ചിട്ട് നിങ്ങളൊരു ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തേക്കണ്, വരൂ എൻ്റെ വീട്ടിലേക്കെന്ന്. ഗസ്റ്റ് വരാൻ നേരത്ത് നിങ്ങളെ പാട്ടിന് പോയി, സംഭവമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഗസ്റ്റിന് എന്താ തോന്നുക, ഞാനിവിടെ കയറിയിട്ട് വല്ല കാര്യമുണ്ട്, എന്നെ സ്വീകരിക്കാൻ ആരുമില്ലല്ലോ. അപ്പം ദൈവമേ നീ എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ ദൈവം തിരിച്ചു പറഞ്ഞിട്ട്, എനിക്ക് നീ സ്വീകരണം തരാൻ തയ്യാറാണോ എന്നുള്ളതാണ്. എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അപ്പം ഈ അവസാന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ റമദാനൊക്കെ ആകുമ്പോൾ വളരെ വ്യാപ്തിയിലുള്ള ഒരുപാട് കർമ്മങ്ങളിലേക്കൊക്കെ അങ്ങ് പ്രവേശിക്കും, ധ്യാന നിർഭരമായിട്ടെന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴും ഇതുവരെ എടുത്ത അമലുകൾ, ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ എന്ന് പറയുമ്പം തിരിച്ചൊരു ചോദ്യം, മറുചോദ്യം കൂടി ഇങ്ങോട്ടുണ്ട് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കാം. അവൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, എന്നെ സ്വീകരിക്കാൻ നീ ഉണ്ടോ എന്നതാണ്. നമ്മൾ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറയുമ്പം, ഞാൻ തരുന്ന വിഭവം സ്വീകരിക്കണേ എന്ന് പറയുമ്പം, എന്നെ നീ കൂടി സ്വീകരിക്കണം എന്ന് അവിടുന്ന് ഒരു സംസാരമുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു മറു ചോദ്യമുണ്ട്, ഒരു അന്വേഷണമുണ്ട് നമ്മൾ തിരിച്ചറിയാം. അപ്പം ഇത് പറയാനുള്ള കാരണം, സെക്ലൂഷൻ നമ്മളെ പാകപ്പെടുത്തുന്നത് നമ്മൾ കൂടി ഉള്ള, നമ്മളുടെ സാന്നിധ്യം കൂടിയുള്ള കർമ്മങ്ങളിലേക്ക് നമ്മൾ എത്താന്നുള്ളതാണ്. അപ്പം അത് കേവലം ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നമ്മളുടെ മനസ്സില്ലെങ്കിൽ, നമ്മുടെ മനസ്സാന്നിധ്യം ഇല്ലെങ്കിൽ, നമ്മുടെ ശരീരമുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്, നമ്മൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് സെക്ലൂഷൻ എന്നൊരു പ്രോസസ്സ് പലപ്പോഴും നമ്മളെ ഇത്തരത്തിൽ നമ്മൾ ഇൻക്ലൂഡഡ് അല്ലാതായി പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ മനസ്സ് അവിടെ ഇൻക്ലൂഡഡ് അല്ല, ബാക്കി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം നോക്കുന്നു, ജോലി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്, നമ്മളാണ് അത് ചെയ്തത്, പക്ഷെ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നത്, ഞാനിത് എപ്പോൾ ചെയ്തു, ഞാനിത് എങ്ങനെ ചെയ്തു തീർത്തു എന്നൊക്കെ തോന്നുന്ന, നമ്മുടെ മനസ്സാന്നിധ്യം പൂർണ്ണമായിട്ടും ഇല്ലാത്തിടങ്ങളിൽ നമ്മൾ നമ്മളെ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരിടത്തും നമ്മൾക്ക് സെക്ലൂഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെക്ലൂഷൻ മീൻസ് ഒരുപാട് ആൾക്കാർക്കിടയിലാണ് നമ്മളത് ചെയ്യണമെങ്കിൽ കൂടി നമ്മളെ ആസ്വദിക്കുന്ന നിമിഷങ്ങളാണ് സോളിറ്റ്യൂഡും സെക്ലൂഷനും. അപ്പോൾ നിങ്ങളെ ഇൻക്ലൂഡഡ് ആക്കുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ഇൻക്ലൂഡഡ് ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ രുചി അറിയാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമുക്ക് നമ്മളെ അറിയാൻ വേണ്ടി മാറിയിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ പറയുന്ന മുറാക്കബയോ അതല്ലെങ്കിൽ ധ്യാനമോ, അല്ലെങ്കിൽ നമ്മളൊന്ന് മാറിയിരുന്ന് നമ്മളിൽ തന്നെ കണ്ടംപ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന മെഡിറ്റേഷനോ സെക്ലൂഷനോ ഒക്കെ
നമ്മൾ നമ്മളോടൊപ്പം തന്നെ ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ അക്കമ്പനി ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ആ ഇരുന്ന സെക്ലൂഷനുകളെ നമുക്ക് എവിടേക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കാം. അവിടെയാണ് ഹിറയിൽ നേരത്തെ ലാമി മെൻഷൻ ചെയ്തു, ഹിറയിൽ ഗുരു ധ്യാന നിർഭരമായിട്ടിരുന്നു, മാറിയിരുന്നു, ഗുരുവിനോടൊപ്പം ഇരുന്നു, അതിന് ദൈവ സാമീപ്യം അണഞ്ഞു അനുഭവിച്ചു. ഈ അനുഭവിച്ച ദൈവ സാമീപ്യവും ആ ഒരു അനുഭൂതിയുമൊക്കെ എങ്ങനെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലേക്കും ഇനി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്പോഴാണത് വിജയിക്കുന്നത്. നമ്മൾ പറയാതെ ഞാനൊരു സ്ഥലത്ത് പോയപ്പം നല്ല തെളിനീർ ഉറവ ഞാൻ കണ്ടു, അല്ലെങ്കിൽ അവിടെ നല്ല ശുദ്ധമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വിഭവങ്ങൾ, ഫലങ്ങൾ, കായ്ക്കനികൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഞാൻ രുചിച്ചു. ഓക്കെ, അവിടുന്ന് ഞാൻ മാറി എൻ്റെ ഡേ ടു ഡേ ലൈഫിലേക്ക് വരുമ്പം ഞാൻ അവിടെ നിന്നും കുറച്ച് കായ്ക്കനികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്കൊക്കെ തന്നെ ആ വിഭവങ്ങളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് അവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ അത് അവിടെ മാത്രമായി നിലനിൽക്കുമ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങോട്ട് തന്നെ കയറി ചെല്ലേണ്ടി വരും. ഇപ്പോൾ സാധാരണ നമ്മളെ രാജ്യമൊക്കെ ചെയ്യാറുണ്ട്, എല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കണ്ടെത്തിയാൽ, അത് എണ്ണയാകട്ടെ അതല്ലെങ്കിൽ ഗോൾഡ് മൈൻ ആകട്ടെ, ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നിന്നും പോയിട്ട് മൈൻ ചെയ്തെടുക്കുന്നത് ഇനി എങ്ങനെ തുടർച്ചയായിട്ട് നാട്ടിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവർ ചിന്തിക്കും. ഇതുപോലെയാണ് സെക്ലൂഷനും നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസുകളൊക്കെ. നമ്മൾ അതിൽ മാത്രമായിട്ടിരിക്കും നമുക്ക് കിട്ടുന്ന അനുഭൂതി ഉണ്ട്. ആ അനുഭൂതിയെ എങ്ങനെ നമുക്കൊരു ബ്രിഡ്ജ് ഇട്ടുകൊണ്ട് അവിടേക്ക് പോകാതെ തന്നെ അവിടെ പോകുന്ന സമയങ്ങളിൽ നിന്നും കിട്ടുന്നതൊക്കെ നമ്മൾ ആ നിമിഷത്തിന് വേണ്ടി ഇരിക്കാതെ തന്നെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അതിനെങ്ങനെ ചാനൽ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ ആ ചാനലിംഗ് നടക്കലാണ്, ആ ബ്രിഡ്ജിങ് നടക്കലാണ് ഇൻക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ സെക്ലൂഷനുകളും നമുക്ക് 100% ബെനിഫിഷ്യൽ ആകുന്നത് ആ സെക്ലൂഷനുകളിൽ നിന്നും നമുക്കൊരു ഇൻക്ലൂസീവ്നെസ് കിട്ടുമ്പോഴാണ്. ഇൻക്ലൂസീവ്നെസ് മീൻസ് അതിൽ നിന്നും നമ്മുടെ മറ്റുള്ള സർവ്വ കാര്യങ്ങളിലേക്കും അതിൻ്റെ ഗുണങ്ങളെ നമുക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റുമ്പം, അതിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമ്പോൾ എന്നുള്ള. ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നന്നായിട്ട് സ്പിരിച്വലി കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തു, കുറച്ച് പ്രാക്ടീസുകളൊക്കെ ചെയ്തു, വെരി ഗുഡ്. ആ പ്രാക്ടീസ് കഴിഞ്ഞിറങ്ങിയ നിങ്ങൾക്ക് അതിൻ്റെ ഇഫക്റ്റ് എന്നോണം അന്നത്തെ ദിവസത്തിൽ മുഴുവനും ചെയ്യുന്ന കാര്യങ്ങളിൽ ആ സെക്ലൂഷൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഇൻക്ലൂസീവ് സെക്ലൂഷനാണ് പ്രാക്ടീസ് ചെയ്തത്. അതല്ല രാവിലത്തതിൻ്റെ ഡോസ് തീർന്ന് ഇനി ഉച്ചക്ക് ഒന്നുകൂടി പോയിട്ട് റീചാർജ് ചെയ്യണം, അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും പോയിട്ട് റീചാർജ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറവാണ്. അതിന് കുറേ നേരത്തേക്ക് ഇതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടയേർഡാവും, അതുകൊണ്ട് നമ്മൾ എക്സോസ്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് ഫ്രീക്വൻറ്റ് വിസിറ്റുകൾ ഇങ്ങനെ നടത്തേണ്ടി വരുമെന്നുള്ളതാണ്. എന്നാൽ ദൈവം നമ്മളെ ഫ്രീക്വൻറ്റ് വിസിറ്റിന് വേണ്ടി ഓരോ നിമിഷങ്ങളിലും വേണ്ടി ഓരോ സമയക്രമങ്ങൾ വെച്ചുകൊണ്ട് എന്നിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്നിലേക്ക് തന്നെ പോയി ഇങ്ങനെ ഓടി വരാൻ വേണ്ടിയിട്ടല്ല. എന്നിലേക്ക് വന്നിരുന്ന് എന്നിൽ നിന്നും നീ നിറച്ചത് കുറേ സമയത്തേക്ക് നിനക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റണം, നിനക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ലൂഷനുകളൊക്കെ മെഡിറ്റേറ്റീവ് പ്രോസസ്സ് ആകട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊക്കെ തന്നെ അതിൻ്റെ കാലാവധി എത്ര നമുക്ക് കിട്ടുന്നുണ്ട് നോക്കണം. ഇല്ലെങ്കിൽ അത് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൂടി നമ്മൾ ആലോചിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ അരമണിക്കൂർ എന്നോടൊപ്പം ഇരുന്നു, എന്നെ നഷ്ടപ്പെടുത്താതെ എന്നെ അറിഞ്ഞുകൊണ്ട് എന്നെ അനുഭവിച്ചുകൊണ്ട് എൻ്റെ സാമീപ്യത്തിൽ ഞാനിരുന്നു. അതാണ് സെക്ലൂഷൻ. ആ എൻ്റെ സാമീപ്യം എന്താണ് എന്ന് ഞാൻ തൊട്ടറിഞ്ഞപ്പോൾ എന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പല നിമിഷങ്ങളുണ്ട്. ചിലപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ച് പോകുന്ന നിമിഷങ്ങളായിരിക്കാം, ഞാൻ സംശയിച്ച് പോകുന്ന നിമിഷങ്ങളായിരിക്കാം, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റൂല എന്ന് ഭയപ്പെട്ടു പോകുന്ന നിമിഷങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മളെ ആളുകൾ കുറ്റപ്പെടുത്തി പോകുന്ന, ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന നിമിഷങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളായിരിക്കാം. ഇവിടെയൊക്കെ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാണ്ടായി പോകും, നമുക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റാണ്ടായി പോകുകയാണ്. അപ്പോഴാണ് പറയാം ഐ വാസ് ലോസ്റ്റ്, എനിക്ക് എന്നെ അവിടെ നഷ്ടപ്പെട്ടു പോയി. എന്നെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് സമാധാനമായിരുന്നു, കാംനെസ് ആയിരുന്നു, സൈലൻസ് ആയിരുന്നു, ഫ്ലോ ആയിരുന്നു, മൈൻഡ്ഫുൾനെസ് ആയിരുന്നു. പക്ഷെ ആ മൊമെൻറ്റിൽ എനിക്ക് അത് തിരഞ്ഞെടുക്കാൻ പറ്റാതെ ഞാൻ പൊട്ടിത്തെറിച്ചു പോയി, ഞാൻ സംശയത്തിലായിപ്പോയി, ഞാൻ പേടിയിലായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ രാവിലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത സെക്ലൂഷൻ്റെ ഇൻക്ലൂസീവ്നെസ് നമ്മളെ ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ചിലർ ചോദിക്കും, കുറേ ദുആ ചെയ്തിട്ടെന്താ, കുറേ ദിക്റൊക്കെ ചൊല്ലിയിട്ടെന്താ, കുറേ ജപിച്ചിട്ടെന്താ, കുറേ നിസ്കരിച്ചിട്ടെന്താ, ഇതൊന്നും എവിടെയും കാണാനില്ലല്ലോ.
എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നീ റൈറ്റായിട്ട് നിൻ്റെ സ്പിരിച്വൽ സംഭവങ്ങൾ ഒത്തൻറ്റിക്കായിട്ട് നീ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നീ നേടിയെടുത്തിട്ടുള്ള ആ ഒരു ഉണർവ്, ആ വെളിച്ചം നിൻ്റെ സർവ്വ കാര്യങ്ങളിലും കാണണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. നേരെ തിരിച്ചിട്ട് ഇതാ എൻ്റെതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഒന്നുകൂടി പോയിട്ട് റീചാർജ് ചെയ്യട്ടെ, ഞാൻ ഒന്നുകൂടി പോയിട്ട് റീചാർജ് ചെയ്യട്ടെ, അങ്ങനെയുമാകാം. അങ്ങനെ വേണ്ടാന്നല്ല പറഞ്ഞത്. പക്ഷേ നേരെ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ സെക്ലൂഷൻ മൊമെൻറ്റുകൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാനായിരിക്കുന്ന മൊമെൻറ്റുകളൊക്കെ തന്നെ, ആ മൊമെൻറ്റുകളൊക്കെ തന്നെ എന്നെ എഗെയിൻ ഞാൻ അറിയാണ്ട് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ അതിനെ കമ്പൈൻ ചെയ്ത് പറയാം. സ്പെഷ്യലായിട്ട് നമ്മളൊരു സമയം മാറ്റി വെച്ചിട്ട് ചില ആരോഹണവും അവരോഹണം നിങ്ങൾക്ക് അറിയാം. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് അല്ലേ. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ താഴേന്ന് മോളോട്ടാണ് ആരോഹണം എന്ന് പറഞ്ഞാൽ. അതായത് 1 2 3 4 5 6 7 8 9 10 താഴേന്ന് മോളോട്ട് പോലാണ് അല്ലേ. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ 10ന്നും താഴോട്ട് 1ലേക്കും വന്നുകൊണ്ടിരിക്കലാണ്. അപ്പം അസെൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലിരിക്കുന്ന നമ്മൾ 10ലിരിക്കുന്ന ദൈവത്തിലേക്ക് ചേരലാണ്, ദൈവബോധത്തിലേക്ക് ചേരലാണ്. അപ്പോൾ ഒന്നായിരിക്കുന്ന നമ്മൾ, ഒന്നിൽ മാത്രം, ഒരു ഡിഗ്രിയിൽ മാത്രം എനർജിയിൽ നിൽക്കുന്ന നമ്മൾ സെക്ലൂഷനിൽ പോകുമ്പോൾ ആരോഹണത്തിലാണ്. നമ്മൾ മുകളിലേക്ക് പോവാണ്. മുകളിൽ പോയിട്ട് ആ 10 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായി. ഈ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫുള്ളായ ഒരാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഫുള്ളായാലും നേരെ ചക്രമാണത്, സൈക്ലിക്കാണ്. അപ്പോൾ ഫുള്ളായി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അത് ഫുള്ള് റിലീസ് ചെയ്യണം. അത് റിലീസ് ചെയ്യാൻ വേണ്ടി നീ തിരിച്ച് ആരോഹണത്തിൽ നിന്ന് അവരോഹണത്തിലേക്ക് വരും, ഡിസെൻഡിങ്. ദാറ്റ് മീൻസ് 10ന്നും 9 8 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരും. റൈറ്റ്. ഇത് മിസ്റ്റിക്സ് ഇതിനെ വളരെ രസകരമായിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ഫന ബക്ക എന്നും പറയാറുണ്ട്. എന്നാൽ സംഗീതജ്ഞന്മാർ ഇതിനെ മറ്റൊരു തരത്തിൽ പറയാനുള്ളത്, നമ്മൾ ആരോഹണവും അവരോഹണവും, ഇപ്പോൾ സരിഗമ പദനിസ ഇങ്ങനെ പഠിക്കുമ്പം സായിൽ നിന്നും തുടങ്ങി വലിയ സാലെത്തുന്ന അറിയും. ആദ്യം സ, പിന്നെ രി ഗ മ പ ദ നി സ എന്ന് പറഞ്ഞ് മുകളിലെത്തും, ഏറ്റവും ടോപ്പിലെത്തും. അവിടെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല. അവിടെ ഫുള്ളായി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിറങ്ങും. സ നി ദ പ മ ഗ രി സ എന്ന് പറഞ്ഞ് ഇറങ്ങി വരും. അപ്പോൾ ഇതൊരു സൈക്ലിക്കാണ്. ഇതുപോലെ തന്നെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ 1ൽ നിന്നും 10ലേക്ക് കയറുന്നു, 10ൽ നിന്നും 1ലേക്ക് ഇറക്കുന്നു. അപ്പോൾ ആരോഹണവും അവരോഹണവും എന്ന രീതിയിൽ പറയാം. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ സെക്ലൂഷൻ മൊമെൻറ്റുകളിൽ നമ്മൾ എയർല എന്ന് പറയും. എയർല എന്ന് പറഞ്ഞാൽ ഒന്നും ബാധിക്കുന്നില്ല, ഒരു കിക്കടിച്ചതുപോലെ, ഒരു 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 ബേജാറും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഒന്നും ബാധിക്കാത്ത അവസ്ഥയിൽ ആ അസെൻഡിങ്ങിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. പക്ഷെ ഒരാൾ അവിടെ തന്നെ ആ ലക്ഷറിയിൽ ഇരിക്കാൻ ദൈവം അനുവദിക്കാറില്ല. നീ ആ ലക്ഷറിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത നീ ചെയ്യേണ്ടത് ആ ലക്ഷറിയിൽ നിന്നുകൊണ്ട് തന്നെ നീ അവരോഹണം, നീ ഡിസെൻഡ് ചെയ്യണം, നീ ഇറങ്ങിച്ചെല്ലണം, നീ ഭൂമിയിലേക്ക് ഇറങ്ങണം. അപ്പം എന്ത് ചെയ്യും? കിട്ടിയതൊക്കെ ഭൂമിയിൽ വിതരണം ചെയ്യാൻ വേണ്ടി നമ്മളെ തള്ളിവിടും. അവിടെ ഇരിക്കാൻ പറ്റൂല. ഒരാൾക്ക് ആ ലക്ഷറിയിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ദൈവത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത പ്രവാചകന്മാരായിട്ടുള്ളവരൊക്കെ തന്നെ 10ലാണ്, മീൻസ് ഹൈ സ്കോറിലാണ് നിൽക്കുന്നത്. ആരോഹണം കഴിഞ്ഞു അവരുടെ ദൈവാരോഹണം, അല്ലെങ്കിൽ ആകാശ ആരോഹണം എന്നൊക്കെ പറയാം. ആ ആരോഹണം കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ? ഇവിടെ ഇരിക്കുകയല്ല, ഇനിയാണ് പണി. ഇത് ഡെലിവർ ചെയ്യാം. ഇത് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരിലേക്ക്, ഭൂമിയിലേക്ക്, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ താഴ്ന്നു വരുന്നത് പോലെയാണ്. ദാറ്റ് മീൻസ് ദേ ആർ ഡെലിവറിങ് ദിസ്. അത് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൈക്കിൾ. ഇതിങ്ങനെ ഡെലിവർ ചെയ്ത് തീരുമ്പോഴേക്ക് വീണ്ടും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ആരോഹണം, എഗെയിൻ അവരോഹണം. അപ്പം ശരിക്ക് ഈ ഒരു എവല്യൂഷൻ സൈക്ലിക്കാണ്. 10 വരെ പോയി തിരിച്ച് 1ലേക്ക് വന്ന്, 1ലെത്തിയാൽ നിൽക്കില്ല, വീണ്ടും 10ലേക്ക് കയറും. ഈ ഒരു എവല്യൂഷൻ ചില ആളുകൾക്ക് ഒരു വർഷത്തിൽ 1 2 തവണയൊക്കെ നടക്കാം. അപ്പം ഒരു ടൈമുണ്ട് ഇങ്ങനെ കയറിപ്പോയി അവിടെ എത്തി, പിന്നെ എന്താ അറിയില്ല, ഫുള്ള് താഴോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ മുകളിലോട്ട് കയറി താഴോട്ട് ഇറങ്ങി, മുകളിലോട്ട് കയറി താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഇത് സീസൺ എന്ന് പറഞ്ഞാൽ ചിലർക്ക് 6 മാസം അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും. ഇവരെ ഇന്നമാൽ ഉസിരിയുസ്ര എന്ന് പറഞ്ഞ സാധനം. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, അവർക്ക് മാസത്തിൽ തന്നെ 3 4 തവണയുള്ള അവരോഹണങ്ങൾ. ദാറ്റ് മീൻസ് അവരെ എവല്യൂഷനുകൾ കുറച്ചുകൂടി ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ 5 വർഷം എടുത്തിട്ടാണ് മാറിയതെന്ന് പറയുമ്പോൾ 5 വർഷം കൊണ്ടാണ് എൻ്റെ എവല്യൂഷൻ നടന്നത്. പിന്നെ 10 വർഷം കൊണ്ടാണ് നടന്നത്, 15 വർഷം കൊണ്ടാണ് നടന്നത് എന്നത് ഒരു സ്ലോ പേസ് ഓഫ് എവല്യൂഷനാണ്. പക്ഷെ ഇതിൻ്റെ സീക്രട്ട് മനസ്സിലാക്കിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കയറി ഇറങ്ങി ഇതിൻ്റെ സൈക്കിളുകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, സെക്ലൂഷൻ മാത്രം നിന്ന് കഴിഞ്ഞാൽ, പീക്കിൽ മാത്രം പോയി നിന്ന് കഴിഞ്ഞാൽ സൈക്കിൾ കംപ്ലീറ്റ് ആവില്ല. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കണം എന്തിനെ? നമ്മളിങ്ങനെ പീക്ക് ലെയറിൽ നിൽക്കുമ്പോൾ നമ്മൾ കംഫർട്ടിൻ്റെ പീക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സമാധാനം, ഭയങ്കര സന്തോഷം. ഇതുകൊണ്ട് അങ്ങോട്ട് സെറ്റിലാവാം ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾ കംഫർട്ടായിട്ട് ഇരിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇറങ്ങാനുള്ള കോള് വരും. അപ്പോൾ നിങ്ങളുടെ ലക്ഷറികൾക്കുള്ളിൽ
നിങ്ങളുടെ കംഫർട്ടുകൾക്കുള്ളൊരു ഡിസ്കംഫർട്ട് വരും. ആ ഡിസ്കംഫർട്ട് എന്താ മീൻ ചെയ്യുന്നത്? ഈ എടുത്തതിനൊക്കെ റിലീസ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വീണ്ടും സീറോയിൽ പോകണം. നിങ്ങൾ ഇറങ്ങുന്നു. അവിടെ നിന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇല്ല, കാലിയായിട്ടിരിക്കുക. കാലിയായാൽ നമ്മൾ പറയാമല്ലോ, നമ്മൾ ഈഗോ ഒക്കെ പോയി. ഒരു പക്ഷിയെ പറത്തി കളിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ താടിയെ പറത്തിക്കേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ വെയിറ്റ് നൽകുന്ന എല്ലാം അത് വിട്ട് കളിക്കുമ്പോൾ അത് വീണ്ടും പാറി പറക്കുന്നു എന്നുള്ള. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾക്ക് പരീക്ഷണങ്ങൾ വന്ന് നമ്മളെ ഈഗോ ഒക്കെ നമ്മൾ സറണ്ടർ ചെയ്തിട്ട് വീണ്ടും നത്തിങ്നെസ്സിൽ ഒന്നുമില്ലായ്മയിൽ പോകുമ്പം വീണ്ടും നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്നു. അവിടെ എത്തി നമ്മൾ അഹങ്കരിച്ചിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അടിച്ച് താഴോട്ടിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ലൈഫ് എപ്പോഴും നമ്മളെ ഒരു കംഫർട്ട് സോണിൽ നിന്നും മറ്റൊരു ഉയർന്ന കംഫർട്ട് സോണിലേക്ക് ഉള്ള യാത്രയാണ്. ഈ രണ്ട് കംഫർട്ട് സോണുകൾക്കിടയിലെ ആ കംഫർട്ട് സോണുകളെ തീരുമാനിക്കുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കംഫർട്ടുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആരോഹണം നല്ല രസമായിരിക്കും, തിരിച്ചിറങ്ങുക എന്നുള്ളത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പ്രവാചകരെ പറ്റിയിട്ട് ഒരു റെഫറൻസ് കാണാം, സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം നടത്തിയിട്ട് അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ തോന്നില്ല. കാരണം ഇറങ്ങിയാൽ ഫുള്ള് പണിയായിരിക്കും. അവിടെ തന്നെ കൂടാന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. എന്നാൽ നേരെ തിരിച്ചിട്ട് ആദി പിതാമഹൻ എന്നറിയപ്പെടുന്ന ആദം എന്ന് പറഞ്ഞ പ്രവാചകരെ പരിചയപ്പെടുത്തുമ്പം ഓൾറെഡി ആരോഹണത്തിൻ്റെ പീക്കിലായിരുന്നു, സ്വർഗത്തിലായിരുന്നു. അവിടുന്ന് നേരെ അവരോഹണമാണ്. അതപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ടത്. ഇനി നമ്മളൊക്കെ എഫേർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രാൻഡ് ഫാദർ പാരൻറ്റ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഇനി നമ്മളെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി പോവുക എന്നുള്ളതാണ്. വഴി കണ്ടെത്തിയിട്ട് കയറി പോകുക എന്നുള്ള. അങ്ങോട്ട് കയറി പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഭാരം ഉണ്ടാക്കുന്ന ഒരു സാധനം കൊണ്ടുപോകരുത്. ഒക്കെ ഇവിടെ വെച്ചേക്കാം അല്ലേ. അതാ പറയാം, സമ്പത്ത് കൊണ്ടുപോകാൻ കഴിയില്ല, പണം, പ്രശസ്തി, അതുപോലെ തന്നെ പവർ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ ഇതൊക്കെ ഭാരമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഭാരം ഏൽപ്പിക്കേണ്ട ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ലിഫ്റ്റ് ചെയ്യും. നമ്മൾ ഫ്രീ ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭാരമായിട്ട് ഏൽപ്പിച്ച ലഗേജുകളൊക്കെ അവിടെ ഡെലിവർ ചെയ്തോളും. കുറേ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ, എൻ്റെ ലഗേജ് കുറേണ്ടത് എല്ലാം കൂടി ഞാൻ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഉയരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള. സോ സെക്ലൂഷൻ മൊമെൻറ്റുകൾ അതിൻ്റെ ഫസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ സ്റ്റക്കായി നിൽക്കുന്ന, ചലഞ്ചിങ് ആയി നിൽക്കുന്ന, ഭാരത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ ഭാരങ്ങളൊക്കെ ലഗേജിൽ ഏൽപ്പിച്ചിട്ട്, കാർഗോയിൽ ഏൽപ്പിച്ചിട്ട് അവരൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് യാത്രയ്ക്ക് തയ്യാറാവലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വളർച്ച വരുന്നതിന് തൊട്ട് മുന്നേ അവർക്കൊരു തകർച്ചയുണ്ട്. ആ തകർച്ചയിൽ അവർക്ക് ഭരമേൽപ്പിക്കാതിരിക്കാൻ പറ്റൂല. കാരണം അവർക്ക് ഹയർ കോൾ വന്നിരിക്കുകയാണ്, പറക്കാൻ സമയമായിട്ടുണ്ട്. എന്തുകൊണ്ട് തന്നെ ചിലർ പറയും, ഇപ്പം ഞാൻ നാട്ടിലും കൂട്ടുകാരിലും വീട്ടിലും എല്ലായിടത്തും ഞാനിപ്പോൾ എയറിലാണെന്ന് പറയും. ബിക്കോസ് അതിന് മാത്രം എനിക്ക് പണി കിട്ടിയിരിക്കാമെന്ന് പറയും. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒന്നും സംരക്ഷിക്കാനില്ല, ഇനി കെട്ടിപ്പൂട്ടി വെക്കാനൊന്നുമില്ല. സൽപ്പേര് നഷ്ടപ്പെട്ടിരിക്കുന്നു, എല്ലാ സംഭവങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ നിലക്കും നോക്കുമ്പോൾ എനിക്കതിന് ഒന്നും ബാക്കിയില്ല, എൻ്റെ അഭിമാനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് കെട്ടിപ്പിടിച്ചിരിക്കാനില്ല, എല്ലാം അങ്ങ് പോയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി അങ്ങ് സറണ്ടർ ചെയ്യും അല്ലേ. ഒളിപ്പിക്കും, ഞാനതൊന്നും തേടുന്നില്ല എന്നിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്യുമ്പം നമ്മളങ്ങ് ഫ്രീ ആവും. ഈ ഫ്രീ ആകുന്നതിലൂടെ നമ്മളോടൊപ്പം അക്കമ്പനി ചെയ്യുന്നതിലേക്കുള്ളൊരു കോൾ വരാണ്. ആ കോളിൽ നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ, ആൻസർ ചെയ്യാതെ വീണ്ടും നമ്മൾ ആ പ്രശ്നം തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ കോളിന് ആൻസർ കൊടുക്കുന്നില്ല. അപ്പം നമ്മളോട് ദൈവം പറയുന്നു, പടച്ചോൻ പറഞ്ഞു, കോൾ അപ്പോൺ മീ ഐ വിൽ റെസ്പോണ്ട് യു എന്ന്. നിങ്ങൾ എന്നോട് വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. വളരെ സിമ്പിളാണ്. നേരെ തിരിച്ചൊരു സംഭവമുണ്ട്, ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങളെന്താ കോൾ എടുക്കാത്തതെന്ന് പടച്ചോൻ ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, പടച്ചോൻ ഇങ്ങോട്ട് പറഞ്ഞൊക്കെ തിരിച്ച് അങ്ങോട്ടും ചിന്തിക്കണം. കാരണം മൂപ്പർ ആംഗിളിലാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആംഗിളിൽ തിരിച്ചെടുത്താലേ നമുക്കത് വായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഹീസ് ടെലിംഗ് ഇൻ ഹിസ് ഓൺ ലാംഗ്വേജ്. അത് ഡീകോഡ് ചെയ്യായിട്ട് നമ്മളെ തന്നെ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ദൈവത്തെ അറിയണമെങ്കിൽ നീ നിന്നെ വായിക്കണം എന്നുള്ള. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നീ കേൾക്കുമ്പം, ദൈവത്തിൻ്റെ വചനങ്ങൾ നീ വായിച്ചുകൊണ്ടിരിക്കുമ്പം, നീ വായിക്കുന്നതായിട്ട്, നിന്നോട് പറയുന്നതായിട്ട്, നിനക്കായി പറയുന്നതായിട്ട് കസ്റ്റമൈസ് ചെയ്താൽ മാത്രമേ നിനക്ക് റേഞ്ച് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ നമ്മൾ ഇതെല്ലാം ഭരമേൽപ്പിക്കുന്ന സമയത്ത്, സമർപ്പിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം ഇരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ആ ഇരുത്തത്തിൽ നമ്മളിൽ നിന്നും പോകേണ്ടതൊക്കെ പോവുകയും നമുക്ക് ഉയരാനുള്ള എല്ലാ ചിന്തകളും നമുക്ക് കിട്ടുകയും ഒക്കെ ചെയ്യും. പല ബിസിനസ്സുകളും ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാതെ പോകാനുള്ള കാരണം അവർക്ക് ചില കാര്യങ്ങൾ വിട്ടുകളയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതെൻ്റെ നാട്, ഇത് വിട്ടിട്ട് എന്നൊരു സാധനമാണ്. എന്നാൽ എൻ്റെ ബിസിനസ് വളർത്തണമെന്ന് പറയുമ്പം എവിടെ നിന്നും എങ്ങനെയും വളർത്താൻ അവന് പറ്റും. പക്ഷെ നമ്മൾക്കൊരു കണ്ടീഷനുണ്ട്, എൻ്റെ നാട്, ഇത് വിട്ടിട്ടൊരു ബിസിനസ് അതൊന്നും നടക്കും തോന്നില്ല, നമ്മളെ നാട്ടുകാരെ പോലെ ആവില്ല എല്ലാ നാട്ടുകാരും എന്നിങ്ങനെ പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല. നിനക്കൊരു കോൾ വന്നിട്ടുണ്ട്, അതൊന്ന് സൈഡാക്കി വെച്ചിട്ട് ഈ സംഭവങ്ങൾ, നിൻ്റെ നാട് എന്നുള്ളൊരു കോൺഷ്യസ്നെസ്, ബോധം ഒരു ഭാഗത്തുനിന്ന് പാർക്ക് ചെയ്ത് സേഫാക്കി വെച്ചെങ്കിൽ വാ,
എന്നാൽ എനിക്ക് നിന്റെ നാടാകുന്ന ഈ പ്രപഞ്ചത്തെ മൊത്തം കാണിച്ചു തരാൻ വേണ്ടി പറ്റും. പക്ഷെ ഐ ഓൺലി ചൂസ് എൻ്റെ ഫ്രെയിമിലുള്ള എൻ്റെ നാട്, ഇതെൻ്റെ ബിസിനസ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നീ അതിനെ ഭരമേൽപ്പിക്കാനോ നീ ആയിട്ടിരിക്കാനോ തയ്യാറാകുന്നില്ല. അപ്പം നിന്റെ നാടെന്ന ഐഡൻറ്റിറ്റിയിലുള്ള നിന്നെ മാത്രമേ നീ കാണാൻ ശ്രമിക്കുന്നുള്ളൂ, അതിനോടൊപ്പം മാത്രമേ നീ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ. എന്നാൽ ഈ ഭൂമിയിലേക്ക്, ഒരു നാട്ടിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, ഒരു വിഭാഗത്തിലേക്ക്, ഒരു സമുദായത്തിലേക്ക് പറഞ്ഞയച്ച ദൈവം തമ്പുരാൻ താൽക്കാലികമായിട്ടൊരു മോഡൽ നിനക്ക് കാണിച്ചതിൽ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ മോഡൽ കാണിച്ചതിലൂടെ ഇത് തന്നെയാണ് എന്ന ഉദ്ദേശത്തിലിരിക്കാതെ ആ മോഡലിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഇതുപോലത്തെ ഡിഫറെൻറ്റ് മോഡലുകളെ അറിയാനും എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് മലയാളം എന്ന ഭാഷ അത് നിങ്ങൾക്ക് കൈവശപ്പെടുത്തി തന്ന് ആ മോഡൽ ഓപ്പറേറ്റ് ചെയ്തതിലൂടെ ഇതുപോലത്തെ വേറെ പല മോഡൽ ഓഫ് ലാംഗ്വേജുകളും മോഡൽ ചെയ്യാനുള്ള, പഠിക്കാനുള്ള ഒരു സാധനം, സിസ്റ്റം നിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു ടെസ്റ്റ് ഡ്രൈവിനാണ് നിന്നെ ഈ കുടുംബത്തിൽ ജനിപ്പിച്ചതും, നിനക്ക് ഈ ലാംഗ്വേജ് തന്നതും, നിനക്ക് ഈ ജോലി തന്നതും, നിനക്ക് ഈ അറിവ് തന്നതും. പക്ഷെ പലപ്പോഴും നമ്മളെങ്ങനെ കൺക്ലൂഡ് ചെയ്യുക, എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. എന്നാൽ അവരെന്താ പറയുന്നത്, മലയാളം മാത്രം എന്ന് പറയാതെ മലയാളം അറിയുമെങ്കിൽ, മലയാളം പഠിച്ചെങ്കിൽ, മലയാളം പോലെ എല്ലാത്തിനും യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി, യു ഹാവ് ദ കേപ്പബിലിറ്റി എന്നുള്ളതാണ്. എനിക്ക് ഈ ബിസിനസ് മാത്രമേ അറിയുള്ളൂ, ഈ ബിസിനസ് മാത്രം എന്ന് പറയാതെ ഈ ബിസിനസ്സിലൂടെ നിനക്ക് അറിയാത്ത പല ബിസിനസ്സിലെയും അറിയാൻ പറ്റുമെന്ന് നിനക്ക് ബോധിപ്പിച്ച് തരാണ് ഇതെങ്കിലും നിനക്ക് അറിയിച്ചു തന്നതിലൂടെ. പക്ഷെ നമ്മൾ ഭയങ്കര റിജിഡായിട്ട് ചിന്തിച്ചിട്ട് നമ്മളെ ആംഗിളിൽ മാത്രം ചില കാര്യങ്ങൾ എടുക്കാറുണ്ടെന്നുള്ള. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മളെ അറ്റാച്ച് ചെയ്യപ്പെട്ട അവസ്ഥയിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അത് നോക്കൊന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മളായിട്ടിരിക്കുന്ന മൊമെൻറ്റുകളാണ് സെക്ലൂഷൻ. ഈ സെക്ലൂഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമുക്ക് പുതിയ ഓപ്പണിങ്സ് നമ്മളെ ആന്തരിക ലോകത്ത് സംഭവിക്കുന്നു. പുതിയ തോട്ടുകൾ കടന്നു വരും, പുതിയ അവെയർനെസ് കടന്നു വരും. നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചതിൽ തന്നെ നിന്നുകൊണ്ട് പുതിയൊരു അവെയർനെസ് നമുക്ക് വരില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഓടാനുള്ള സിസ്റ്റം മാത്രമേ, അവെയർനെസ് മാത്രമേ നമുക്ക് തരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ ഈ അറ്റാച്ച്മെൻറ്റുകളെ കുത്തിപ്പൊളിക്കുമാറുള്ള പ്രാർത്ഥനകളാണെങ്കിൽ, എങ്ങനെയെങ്കിലും എനിക്ക് ഇതിനേക്കാളും അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ അറ്റാച്ച്മെൻറ്റുകളെ കുത്തിപ്പൊളിക്കുമാറുള്ള പ്രാർത്ഥനകളാണ് നിങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ വലിയൊരു പാറയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്. ആദ്യം നീ ചെയ്യേണ്ടത് ആ കെട്ടിപ്പിടിച്ച പാറയൊന്ന് ഫ്രീ ആയിട്ടൊന്ന് പറഞ്ഞാൽ മതി, എനിക്ക് രക്ഷപ്പെടണം. അപ്പോൾ ഉണ്ടോ അങ്ങോട്ട് നടന്നോളൂ, അങ്ങോട്ട് നടന്നാൽ മതി. ഇതിങ്ങനെ കെട്ടിപ്പിടിച്ച് അറ്റാച്ച് ചെയ്തിരുന്നത് എനിക്കെങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ നമ്മളത് കെട്ടിപ്പിടിച്ച് യു ആർ ഇൻ എൻ അറ്റാച്ച്മെൻറ്റ് മോഡ്. അപ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആയുധം അല്ലെങ്കിൽ ആഴം കൂടി പ്രാർത്ഥന എന്ന ആയുധത്തിന് അത്രയും മൂർച്ച ഉണ്ടാകുമ്പം നിങ്ങൾ കെട്ടിപ്പിടിച്ച സാധനത്തിന് ഒരു ബ്രേക്ക് വരും, ക്ലിക്ക് എന്ന് പറഞ്ഞൊരു പൊട്ടൽ വരും. ആ പൊട്ടൽ വരുമ്പം നിങ്ങൾ തെറിച്ച് വീഴും. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായതാണ്. ആക്ച്വലി നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പൊട്ടിത്തെറി ഉണ്ടായത്. വൂണ്ട് ഈസ് ദ പ്ലേസ് വേർ ദ ലൈറ്റ് ആൻഡ് ദ പോയും പറഞ്ഞതുപോലെ തന്നെ ആ പൊട്ടിത്തെറി, ആ മുറിവ് ഒക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതായിരിക്കും. അവിടെ എന്താ സംഭവിച്ചത്, എന്തോ എനിക്ക് നഷ്ടമായി എന്ന് നമുക്ക് തോന്നും. ഒന്നും നഷ്ടമായിട്ടില്ല, നീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം നീ അതിൽ നിന്നൊന്ന് മാറി ഇരിക്കുമ്പോൾ മാത്രമേ നിനക്ക് മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചിലപ്പം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പലതിൽ നിന്നും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള കാരണം, ഒരു അകൽച്ച ഉണ്ടാവാനുള്ള കാരണം, നിങ്ങൾ ഇതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരു ഉയർന്ന തലത്തിൽ ദൈവത്തെ അറിയുക എന്നതോ നിങ്ങളെ അറിയുക എന്നതോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതോ ഒറ്റോ നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊന്ന് പറക്കണം, നിങ്ങൾക്കൊന്നൊരു ആരോഹണം നടത്തി വരണം. അത് നിങ്ങൾക്ക് കുറച്ച് സമയം വേണം, നിങ്ങളുടേതായൊരു സമയം. അത് നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുമ്പം നമുക്ക് വേണ്ടിയിട്ട് പഠിച്ചവനായിട്ട് തിരഞ്ഞെടുക്കും കുറച്ച് സമയം. അങ്ങനെ പഠിച്ചവനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പയർ അല്ലാത്ത സമയത്ത് മാറി ഇന്നാണ് പിടിച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് എടുത്ത് കൊണ്ടുപോക്കുന്നുണ്ട്. ഈ കോലത്തിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യും. അതേ സമയത്ത് ഓപ്പൺ ടു റിസീവ്, ഞാൻ യാത്രക്ക് റെഡിയാണ്, എന്തിനും റെഡിയാണ്, ഐ ആം സറണ്ടേഡ് എന്ന അവസ്ഥയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നും അവർ തന്നെ കാര്യങ്ങളൊന്ന് മാറ്റി വെക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറേ വീട്ടമ്മമാരെ കണ്ടിട്ടുണ്ട്. അവർ കുടുംബത്തിൻ്റെ ബാധ്യതകൾ ചിലപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മക്കൾ, അവർക്ക് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ
അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ഇനി വേറെ ആരും ഇത് ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ അവരിൽ നിന്നൊക്കെ കുറച്ചൊരു അകൽച്ച വേണ്ടി വരും, കുറച്ച് സമയം അവരിൽ നിന്നൊക്കെ മാറിക്കേണ്ടി വരും. ഒരു ഭാഗത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഡൗട്ട് ഉണ്ടായിരിക്കും, പേടി ഉണ്ടായിരിക്കും, എൻ്റെ മക്കൾക്ക് എന്ത് പറ്റും. പക്ഷെ വേറൊരു ഭാഗത്ത് മക്കൾക്ക് ലോങ് ടേം റണ്ണിലേക്ക് ഒന്നും പറ്റാതിരിക്കണമെങ്കിൽ ഞാൻ കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും എൻ്റെ ഉദ്ദേശം നല്ലതാലോ, എൻ്റെ മക്കളെ ഞാൻ പഠിച്ചവനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പാക്കേജ് അങ്ങ് ഏൽപ്പിച്ച് കൊടുത്തു എന്നുള്ള. നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ കുറേ കൺസേണുകൾ ആ ലഗേജ് സിസ്റ്റത്തിൽ അഡ്മിറ്റ് ചെയ്യാനോ കൊണ്ടുവെക്കാനോ ഉള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ കാര്യങ്ങൾക്ക് തീർപ്പാവാത്തത്. കാരണം നിനക്ക് മാറണോ ബാബാ, ഒന്ന് യാത്ര ചെയ്ത് വരണം, ഒന്ന് പോയി വരണം, എന്നാൽ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് പോകാനും പറ്റില്ല. നീ ചില ആൾക്കാരെ നമ്മൾ പ്രോഗ്രാമിന് വിളിച്ചാൽ ഞാൻ എയർ പോകാൻ വിളിക്കും, ഒന്ന് പോയി നന്നായി വരാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് എനിക്ക് സമയമില്ല, കാരണം മക്കളെ നോക്കാനുണ്ട്, പിന്നെ ജോലിയിട്ടൊരു സംഭവമുണ്ട്, പിന്നെ ഡേറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ എങ്ങനെയെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിലാണ് യു ആർ കോളിങ് യു ഹാവ് ടു സറണ്ടർ ഇറ്റ് സംവെയർ. നിങ്ങൾ അതിനെവിടേക്കും സറണ്ടർ ചെയ്യണം. അപ്പോൾ ഏറ്റവും സറണ്ടർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും പറ്റിയ ഇടമാണ് ദ ഡിവൈൻ സ്പേസ്. അപ്പോൾ നിങ്ങളൊരു സെക്ലൂഷൻ പോയിന്റിലേക്ക് പോകുമ്പോൾ ഇഫ് യു ഹാവ് ലോട്ട്സ് ഓഫ് കൺസേൺസ് ലൈക്ക് ഐ ഹാവ് ദിസ്, ഐ ഹാവ് ദാറ്റ്, ഐ ഹാവ് ദിസ് എന്നുണ്ടായിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് പോസിബിൾ അല്ല. ആൻഡ് ഓൾസോ ഇതിൽ മറ്റൊരു അപകടം എന്ന് പറഞ്ഞത്, നമ്മൾ അങ്ങനെ ഒന്ന് മാറിയിരുന്ന് നമ്മളോടൊപ്പം ഇരുന്ന് നമ്മൾ ആ ഒരു എയറിലേക്കിനെ പോയിരിക്കുന്ന സമയത്ത് മറ്റേ ഇതൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് നമുക്ക്, നമ്മൾ തനിച്ചായിട്ടിരിക്കുമ്പോൾ സുഖം. ആ സുഖത്തിലൊരു ഭ്രമം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരണ്ട തോന്നിപ്പോവും. അതും പാടില്ല. അതിന് നമ്മൾ റെഡി അല്ലെങ്കിൽ രണ്ടും ചലഞ്ചിങ് ആണ്. മുകളോട്ട് പോകുമ്പോഴും ചലഞ്ചിങ് ആണ്, താഴോട്ട് വരുമ്പോഴും ചലഞ്ചിങ് ആണ്. അതിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ പിടിച്ചിറക്കും. പിടിച്ചിറക്കാന്ന് പറഞ്ഞാൽ വീട്ടിലും നല്ല കട്ടിയായിട്ടുള്ള പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് ഇതിലേക്കൊക്കെ വരാൻ. ദാറ്റ് മീൻസ് നിൻ്റെ ടീംസിനൊക്കെ ഞാൻ താൽക്കാലികമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് നിന്നെ സെറ്റാക്കിയിട്ട് അതിലേക്ക് തന്നെ പറഞ്ഞേക്കാനാണ്. ഇപ്പം നിങ്ങൾ ഉദാഹരണമായിട്ട് പ്രവാചകരെ ആ ഹിറ എന്ന അനുഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് മാറിയിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇത്രയും നല്ല ദൈവസാമീപ്യം കിട്ടുന്നു. അടുത്ത ടാസ്ക് എന്താ ചോദിച്ചാൽ ഇതാ ഇരുണ്ട കാലഘട്ടത്തിലെ ജഹാലത്തിൻ്റെ ആളുകളായിട്ടുള്ള, ലോകം കണ്ട ഏറ്റവും വലിയ കഷ്ടപ്പാടിൻ്റെ ആൾക്കാരായിട്ടുള്ള, എന്താ പറയുക, അനാചാരത്തിൻ്റെ ആൾക്കാരായിട്ടുള്ള, യുദ്ധത്തിൻ്റെയും പെണ്ണുപിടിയുടെയും കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്നതിൻ്റെയും ആൾക്കാരായിട്ടുള്ള കൂട്ടത്തിലേക്ക് ഇറങ്ങിക്കോളൂ. അല്ല, ഇത്രയും വെളിച്ചത്തിൽ ശുദ്ധീകരിച്ച് തൂവെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന എന്നോട് ആ ചളിക്കുയിലേക്ക് ഇറങ്ങാനാണോ പറയുന്നത്? ദാറ്റ്സ് ഇറ്റ്. ഇത് തന്നെയാണ് സെക്ലൂഷൻ. എപ്പോഴാണ് ഇൻക്ലൂസീവ്നെസ് ആണെന്ന് വെച്ചാൽ നമ്മൾ മെൻ്റലി റെഡി ആയിരിക്കണം. ഞാൻ എത്തിയിരിക്കുന്ന, എനിക്ക് കിട്ടിയിരിക്കുന്ന, ഞാൻ അനുഭവിച്ചിരിക്കുന്നതിന് ഞാൻ എങ്ങനെ എൻ്റെ മറ്റുള്ള ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ കാര്യത്തിലേക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ദൈവം ഒരു ഭാഗത്തും മനുഷ്യൻ വേറൊരു ഭാഗത്തും ഇരിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ള. പരിശുദ്ധവാനായിട്ടുള്ള തമ്പുരാൻ, പരിശുദ്ധനായിട്ടുള്ളവൻ, എല്ലാ നിലക്കും പരിശുദ്ധമായവന് മനുഷ്യനോടൊപ്പം ചേർന്ന് നടക്കാൻ ഇഷ്ടപ്പെടുന്നു, കണ്ടനാളത്തോളം അടുത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ ഉപമ എടുത്ത് നോക്കിയാൽ തൂവെള്ള വസ്ത്രം ധരിച്ച ഒരാൾ ഏറ്റവും ചളിയിൽ പൂണ്ടിരിക്കുന്ന ഒരാളുടെ കൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പം ഇതുപോലെയാണ് മനുഷ്യനും ദൈവം. മനുഷ്യന് രണ്ട് സാധ്യത ഉണ്ടല്ലോ. ഒന്ന്, മൃഗത്തെക്കാളും ജന്തുക്കളെക്കാളും അതപ്പതിച്ച അവസ്ഥയിൽ അവൻ്റെ ഈഗോയിലിരിക്കാം, അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ അതിൽ നിന്നും ആരോഹണം നടത്തിയിട്ട് അവന് വേണമെങ്കിൽ മാലാഖമാരെക്കാളും ഡിഗ്രി കൂടാം. അപ്പോൾ ഈ രണ്ട് സംഭവമുണ്ട്. അപ്പോൾ ദൈവം തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് ഈ ചളിക്കുഴിയിൽ നിന്നും നിന്നെ സംസ്കരിച്ച് മാലാഖമാരെക്കാളും ഉയർന്ന ദർജയിൽ, ഉയർന്ന മക്കാമിൽ അല്ലെങ്കിൽ ഉയർന്ന സ്റ്റേഷനിൽ നിന്നെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുമാത്രമല്ല, അങ്ങനെ ഉയർത്തിയതിന് ശേഷം നിന്നെ ഞാൻ എൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വീണ്ടും പറഞ്ഞയക്കാണ് ഭൂമിയിലേക്ക്. എന്തിനാ പറഞ്ഞേക്കണത്? ഇതുപോലെ മറ്റുള്ളവരൊക്കെ നീ ഉയർത്തി കൊണ്ടുവരിക. ഉയർത്തി ഉണർത്തപ്പെട്ടവർ അവർ വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മറ്റുള്ളവരെങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വല്ലാത്ത പ്രാർത്ഥനയുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഭംഗിയിൽ ചെയ്യണം. ആ കുടുംബത്തെ നിങ്ങൾ ഉയർത്താനുള്ള ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്. ആ കുടുംബത്തെ നിങ്ങൾക്ക് ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങൾ ഉയരണം, നിങ്ങൾ ഉണരണം, അല്ലേ? അപ്പം നിങ്ങൾ ഉണർന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വീണ്ടും ലാൻഡ് ചെയ്തിട്ട് അവരെ പിക്ക് ചെയ്യണത്. അതാ പറയുക, നമ്മൾക്ക് ഉണക്കപ്പെടാത്ത വല്ല മുറിവുകളും ഉണ്ടെങ്കിൽ അത് ഉണക്കിയതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ളവരെ ഉണക്കാൻ വേണ്ടി പറ്റുക. മറ്റുള്ളവരെ ഉണർത്താനും ഉണക്കാനും നമ്മൾ ഇറങ്ങേണ്ടതെന്നല്ല. നമുക്ക് ഹീൽ ചെയ്യപ്പെടാത്ത മുറിവുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ മുറിവുകൾ എന്നും നീറ്റലായിരിക്കും. ആ നീറ്റലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരൊക്കെ മുറിവുണക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അവർക്ക് നമുക്ക് നീറ്റലുകളായിരിക്കും കൂടുതൽ സമ്മാനിക്കാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. എങ്ങനെ ആ നീറ്റലുകളോട് പൊരുത്തപ്പെട്ടു പോകാന്നുള്ളതാണ്. ആ നീറ്റൽ മാറ്റാനുള്ള മരുന്ന് എങ്ങനെ കണ്ടെത്താം, ഷിഫ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതല്ല. അപ്പം ആ രൂപേണ ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ്
അവനൊരു സെക്ലൂഷൻ പോയിന്റ് ഉണ്ടായിരിക്കണം. കാരണം അവനേറ്റ മുറിവുകൾ അത് തളർച്ചയായിരിക്കാം, ക്ഷീണമായിരിക്കാം, മടുപ്പായിരിക്കാം, കുറേ ചെയ്ത് ക്ഷീണിച്ചത് കൊണ്ട് ഞാൻ ഒരുപാട് അതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനത്തെ പല മുറിവുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ മുറിവുകളെ ഒന്ന് കുറച്ച് സമയം നമ്മൾ ഉണക്കാൻ വേണ്ടി ഇരിക്കലാണ് സെക്ലൂഷൻ. അവിടെ ഞാൻ മാത്രം ഉണ്ടാകുന്നുള്ളൂ, എന്നോടൊപ്പം ഇരിക്കുന്നുള്ളൂ. ആ ഇരിക്കുമ്പോൾ ഒരു ഇൻറ്റൻഷൻ കൂടി ഉണ്ടായിരിക്കണം. ഈ മുറിവ് വേഗത്തിൽ ഉണങ്ങണമെങ്കിൽ ഈ ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഇരിക്കില്ല, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഉറപ്പ് കൊടുക്കണം ജീവിതത്തിന്. ഇവിടെയാണ് കുറേ ആൾക്കാർ ഈ ഓൺലൈൻ കോണ്ടന്റുകളിലും മറ്റുള്ളതിലും അഡിക്റ്റഡ് ആയി പോകാനുള്ള കാരണം. അവർ ഈ മുറിവ് ഉണക്കാനുള്ള മരുന്ന് ഡ്രഗാണല്ലോ, അതൊരു സാധനം കിട്ടിയപ്പോൾ ഇത് കൊള്ളാലോ, ആശ്വാസമുണ്ട്, പക്ഷേ മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ആ ഡ്രഗ് എടുക്കാന്ന് പറഞ്ഞാൽ മുറിവ് ഉണക്കാനല്ല പിന്നെ ഉപയോഗിക്കണം, പിന്നെ അത് കിക്ക് കിട്ടാനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ ആയി പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് വരില്ല. എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? മുറിവ് ഉണക്കാൻ. പക്ഷെ അവിടുത്തെ ഇങ്ങോട്ട് വരാൻ തോന്നില്ല. കാരണം എന്താ? നേഴ്സിൻ്റെ പരിചരണവും ഡോക്ടറുടെ സ്നേഹത്തോടു കൂടിയുള്ള സന്തോഷവും പിന്നെ എല്ലാ സഹായ സഹകരണങ്ങളും AC മുറിയും കട്ടിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തേക്കാളും നല്ല ലക്ഷറിയാണ് സാറേ ഇവിടെ, എനിക്ക് വേണമെങ്കിൽ 2-3 അസുഖം കൂടി ഇങ്ങോട്ട് തന്നിട്ട് ഇവിടെ കെടുത്തിക്കോളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിൻ്റെ പഠിച്ചവൻ്റെ ശമനത്തിൻ്റെ സ്പർശനം വെളിച്ചം രുചിച്ച ഒരാൾക്ക് അതൊരു എഡിക്ഷനായി കഴിഞ്ഞാൽ അവരറിഞ്ഞോ അറിയാതെയോ ഇനിയും അസുഖം വരട്ടെ, കുറച്ചുകൂടി അസുഖം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന രൂപേണ അവിടെ തന്നെ ഇരിക്കാൻ കൊതിക്കും. കാരണം ആ അസുഖത്തിൻ്റെ ശമന നിമിഷങ്ങളിലാണ് ഞാൻ അവൻ്റെ സ്പർശനം പറഞ്ഞത്. ഇതുകൊണ്ടാണ് മിസ്റ്റിക്സ് ആയിട്ടുള്ളവരെ പറ്റി പറയാറുണ്ട്, അവർ കൂടുതൽ പ്രയാസങ്ങൾ ചോദിക്കും പോലും. എനിക്ക് കൂടുതൽ പ്രയാസങ്ങൾ തരണേ, എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ തരണേ. കാരണം അവരത് പറഞ്ഞതിന് പിറകിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. എനിക്ക് പ്രയാസങ്ങൾ തന്ന് എന്നെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് അടുത്ത ഘട്ടത്തിൽ എന്ത് തരും? രോഗം തരുന്നവരും ഞാനാകുന്നു, ശമിപ്പിക്കുന്നതും ഞാനാണ്. അപ്പോൾ തന്ന നീ എന്നെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത റോളത്തിനാണ് രോഗം തന്ന നീ ശമിപ്പിക്കലിൻ്റെ ഒരു രൂപമുണ്ട്. അവിടെ നീ എന്നെ എയറിലേക്ക് കൊണ്ടുപോകും, ഏറ്റവും നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, എന്നെ നീ നിന്നിലേക്ക് അടുപ്പിക്കും. അങ്ങനെ വീണ്ടും 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 നിന്നിലേക്ക് അടുക്കാൻ, നിന്റെ ശമനം അനുഭവിക്കാൻ രോഗം ഒരു കാരണമാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട് വല്ലാത്തൊരു താല്പര്യം, അല്ലെങ്കിൽ നേഴ്സിനോട് വല്ലാത്തൊരു താല്പര്യം ഇതുണ്ടായിക്കഴിഞ്ഞാൽ ചില രോഗികളുണ്ട് വെറുതെ കൈയൊക്കെ കീറി അവിടെ ഒരു മുറിവ് ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഓടും. നേഴ്സ് അവിടെ ഒരു മുറിവ്, വണ്ടി ഓടിക്കുമ്പോൾ അവിടെ വീണു. ഇതെന്തിനാ? നേഴ്സിൻ്റെ ടച്ച് കിട്ടുമ്പോൾ ഒരു സുഖം, ഒത്തു വന്നാൽ ഒരു സ്പർശന സുഖം എന്ന് പണ്ടാരോ പറയുന്നു. അതേപോലെ ഈ സുഖം കിട്ടാൻ വേണ്ടി അടുക്ക് പോണ പോലെ ഈ മുറിവ് ഉണ്ടാകുമ്പോഴാണ്, ഈ വേദന ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ആ അനുഭൂതി കിട്ടുന്നത്, ആ സന്തോഷം കിട്ടുന്നത്. അറിയുമ്പം എത്ര വേണമെങ്കിലും മുറിച്ചോ, എത്ര വേണമെങ്കിലും വേദന തന്നോ, ഒരു വേദന തീർത്തിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവർ അവിടെ ഒന്നുകൂടി പറയും, കുറച്ചുകൂടി 2-3 വേദന കൂടി 2-3 ദിവസം കൊണ്ട് തരാണെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് വരാനും പ്ലീസ്, ഒരു 3-4 പ്രശ്നങ്ങൾ കൂടി തരണേ എന്ന രൂപമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. റൂമി പറയുന്നുണ്ട്, ഞാൻ ഹാർമണി സീക്ക് ചെയ്ത സമയത്തൊക്കെ എനിക്ക് കംപ്ലീറ്റ് ട്രാജഡിയാണ് കിട്ടിയത്. ഞാൻ സൗഖ്യം ചോദിച്ചു ദൈവത്തോട്, പഠിച്ചവനോട്. അപ്പോൾ അവൻ എനിക്ക് തന്നതൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചു. ഞാൻ പിന്നെ അവനോട് ബുദ്ധിമുട്ട് ചോദിക്കാൻ തുടങ്ങി, ഡിസാർമണി ചോദിക്കാൻ തുടങ്ങി. അത് ചോദിച്ചപ്പോൾ എനിക്ക് ഹാർമണി കിട്ടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഹാർമണി വേണമെങ്കിൽ സീക്ക് ഡിസ് ഹാർമണി എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അവനും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് ആണ് ഈ ഡീല്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ്. കാരണം ഞാൻ ആരോഹണമാണെങ്കിൽ അവൻ അവരോഹണത്തിലൂടെ വരാം, ഞാൻ അവരോഹണത്തിലാണെങ്കിൽ മുപ്പൊരു ആരോഹണം മോഡലായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആരോഹണം കിട്ടാൻ നമ്മൾ അവരോഹണം പിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ താഴ്ന്നതിനെ കുറിച്ചിട്ട്, നമ്മൾ നമ്മളെ കാര്യങ്ങളെ വിട്ട് കളയുന്നതിനെ കുറിച്ചിട്ട്, നമ്മളെപ്പോഴും ഗ്രൗണ്ടഡ് ആവണതിനെ പറ്റി ചിന്തിച്ചാൽ ദൈവത്തിന് നമ്മളെ എടുത്ത് പൊക്കാൻ വേണ്ടി പറ്റും. നമ്മളെപ്പോഴും പൊങ്ങണതിനെ പറ്റി പൊങ്ങച്ചം പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ദൈവത്തിന് ഏത് റോൾ എടുക്കാൻ പറ്റുള്ളൂ? നിങ്ങൾ അടിച്ചു താഴ്ത്താൻ, ഗ്രൗണ്ട് ഏൽപ്പിക്കാനേ പറ്റുള്ളൂ. അടങ്ങ് 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 എന്ന് പറഞ്ഞിട്ട് അത് ബോധിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് റോൾ ആദ്യം ഏറ്റെടുക്കണം? നമ്മൾ ആദ്യം ഏറ്റെടുക്കേണ്ട റോള് നമ്മൾ താഴ്ന്നതിനെ പറ്റിയിട്ട് എത്ര ഉയർച്ചകൾ സംഭവങ്ങളുണ്ടായ സ്റ്റേ ഗ്രൗണ്ടഡ്, സ്റ്റേ ഹംബിൾ, സ്റ്റേ കാം, സ്റ്റേ കമ്പോസ്റ്റ്. ഇങ്ങനെ ഇരിക്കുന്ന എന്തിനാണ്? അങ്ങനെ ഹംബിളായിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും ദൈവത്തിന് ഒറ്റ റോളെ ഞാൻ കൊടുക്കുന്നുള്ളൂ, ദൈവം എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ടേക്കോട്ടെ. താഴ്ന്ന റോള് ആരെടുക്കാം? ഞാൻ എടുത്തോളാം. എത്ര തന്നെ അനുഭവങ്ങളും സന്തോഷങ്ങളും ഉണ്ടായാലും നമ്മൾ ആ താഴ്മയിലേക്ക് തന്നെ, തവാദുവിലേക്ക് തന്നെ, ഹംബിൾനെസ്സിലേക്ക് തന്നെ നമ്മളിങ്ങനെ ഇൻക്ലൂസീവ്ലി ആ സെക്ലൂഷൻ ചൂസ് ചെയ്തിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഒന്നുകൂടി താഴോട്ട് അടിച്ചിറക്കേണ്ട പണി ദൈവത്തിനില്ല, പഠിച്ചവനിക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോൾ ഏറ്റെടുക്കേണ്ട ദൗത്യം അവൻ വലിയവനാകുന്ന, അവനെ വലുതാക്കുന്ന, അവൻ വലിയവനാണെന്ന് ഓർമ്മിപ്പിക്കുന്ന, ഞാൻ എന്ന ചെറിയവനാണ്, ഞാൻ അഹങ്കരിച്ചിട്ട് കാര്യമില്ല, ഞാനിവിടെ എന്ത് കാര്യങ്ങൾ ചെയ്താലും അവൻ്റെ വലിപ്പത്തിലേക്കും വിശാലതയിലേക്കും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നും ആവണമെന്നില്ല. ആ ബോധത്തിൽ നമ്മളെപ്പോഴും ആസ് മച്ച് യു ബോ, ആസ് മച്ച് യു ബോ ദാറ്റ് മച്ച് യു ഗ്രോ. ബിക്കോസ് നിങ്ങൾ ആസ് മച്ച് യു ബോ എന്ന റോൾ എടുക്കുമ്പോൾ നിങ്ങൾ ഡിസെൻഡിങ് ആണ് എടുക്കുന്നത്. കാരണം മനുഷ്യൻ്റെ റോള്, മനുഷ്യൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനാകുന്നത് തന്നെ ഡിസെൻഡിങ്ങിലൂടെയാണ്. അതായത് സ്വർഗത്തുനിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പാർട്ടിൽ നമ്മൾ മനുഷ്യനായിട്ട് മാറണം എന്നുള്ളതാണ്.
നമ്മൾ ദൈവികതയിലേക്ക് ചേർന്നപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് വന്ന് നമ്മളിലെ ആത്മാവിൻ്റെ രഹസ്യം അറിയുമ്പോൾ, ആത്മാവിൻ്റെ സീക്രട്ട് അറിയുന്ന സമയത്ത് ആ ആത്മാവിൻ്റെ വഴിയെ പോകുമ്പോൾ നമ്മൾ മുകളിലോട്ട് ഉയർന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ദൗത്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനുഷ്യരായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും ഈ ഏറി പോകുന്ന ആത്മീയതയുടെ ഇങ്ങനെ പലതിൻ്റെയും വഴിയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് മനുഷ്യനായിട്ടിരിക്കാൻ മറന്നോ. അപ്പം മനുഷ്യനായി ചെയ്തിരിക്കേണ്ട കർമ്മങ്ങളിലൊന്നും ഇൻക്ലൂസീവ് സെക്ലൂഷൻ വരൂല. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ, സമൂഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ മനുഷ്യനായി നിന്നുകൊണ്ട് ഡിസെൻഡിങ് പ്രാക്ടീസ് ചെയ്യാം, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കൽ പ്രാക്ടീസ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഷംസ് തെബ്രീസി, ജലാലുദ്ദീൻ റൂമി, അതുപോലെ ഒരുപാട് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഡിവൈൻ എസെൻസിനെ പറ്റിയിട്ടും എക്സ്റ്റസിയെ പറ്റിയിട്ടും ഒരുപാട് പോയംസ് എഴുതിയിട്ടുള്ള, ഒരുപാട് പ്രീച്ചിങ്സ് നടത്തിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ എന്താ പറയുക, ന്യൂമറസ് മാസ്റ്റേഴ്സ്. ഇവരൊക്കെ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഡിവിനിറ്റിയിലേക്ക് ആരോഹണം നടത്താൻ, സ്വർഗാരോഹണം അല്ലെങ്കിൽ മിയറാജ്, ഫന, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്കത് നടത്തണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാം. ഭൂമിയിൽ നിങ്ങൾ നടക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ പോലും മുറിവേൽപ്പിക്കാതെ, വേദനിപ്പിക്കാതെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പാസിട്ടാ. നമുക്ക് എപ്പോഴും മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടി തോന്നാം, ഒന്നുകിൽ അവർ നമ്മളെക്കാളും മുകളിൽ നമുക്ക് എത്താൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ നമുക്ക് അവരോട് ജലസി തോന്നിയിട്ട് നമ്മൾ പറയും കോപ്പി അടിച്ച് ജയിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും അവൻ അറബിനെ പറ്റിച്ചതാണ്. ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം, അവർ കഷ്ടപ്പെട്ട് നേടിയതായിരിക്കാം, അല്ലെങ്കിൽ അവരെങ്ങനെ നേടിയെന്ന് പോലും നമുക്കറിയില്ല. ഇവിടെ നമ്മൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരിടത്ത് നമ്മൾ തോൽവി സമ്മതിക്കുമ്പം ഇൻഫീരിയർ ഈഗോയിൽ നിന്നുകൊണ്ട് അവൻ്റെ മീതെ കയറാൻ വേണ്ടി, അവനെ അടിച്ച് താഴ്ത്താൻ വേണ്ടി നമ്മൾ കുറേ ഗോസിപ്പുകൾ അടിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടംപോലെ അറിയാം, പെയ്ഡ് ന്യൂസുകൾ പോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, നമ്മൾ ആരോഹണം നമ്മളെടുക്കുകയാണ്, നമ്മളെ ഉയർത്തേണ്ടത് നമ്മളല്ല. അതാണ് ഇമാം അലി റളിയല്ലാഹുവിൻ്റെ ഒരു കോട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഐ ഡോണ്ട് നോ എന്തെങ്കിലും ചേഞ്ചിൻ്റെ റിലീസ് വരും, ബട്ട് ആ പോയിന്റ് നമുക്കെടുക്കാം. ഇക്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ലോകം മൊത്തം നിന്നെ ചെറുതാക്കിക്കൊണ്ടിരിക്കുമ്പം നീ വലിയവനായവൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ വലിയവനായവൻ്റെ സംരക്ഷണത്തിലാണെന്നുള്ള ബോധത്തിൽ നീ എത്രത്തോളം ഉയരാൻ പറ്റുക അത്രത്തോളം ഉയരാം. ലോകം മൊത്തം നിന്നെ ചീത്ത വിളിക്കുക, ലോകം മൊത്തം നിന്നെ കുറ്റപ്പെടുത്തുക, ലോകം മൊത്തം നിന്നെ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോകത്തിൻ്റെ ചെറുതാക്കൽ നീ ഇടുങ്ങിപ്പോകാൻ പാടില്ല. അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ വലുതായ്മയെ പറ്റിയിട്ട്, ദൈവം നിന്നെ വലുതാക്കുന്നതിനെ പറ്റിയിട്ട് നീ ചിന്തിക്കുക, വലിയവനായ ദൈവത്തെ പറ്റി നീ ചിന്തിക്കുക. അപ്പോൾ നിനക്ക് ഇങ്ങനെ ഉയർന്നു വരാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അതേസമയത്ത് ലോകം നിനക്കെതിരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഏറ്റുവാങ്ങി ആ ഭാരം പേറിയിട്ട് എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നീ ആ കല്ലേറുകളെയും ചീത്തവിളികളെയും ഒരിക്കലും ലഗേജ് ആക്കി പാക്ക് ചെയ്ത് കാർഗോ അയക്കാൻ തയ്യാറാവുന്നില്ല. നീ അത് നേരെ വരമേൽപ്പിക്കുന്ന സമയത്ത് നീ വലുതാവാണ്. അപ്പം പോന്നോട്ടെ, എത്ര വേണമെങ്കിലും പോന്നോട്ടെ, ഇനിയും പോന്നോട്ടെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ, രണ്ടാൾക്ക് കൂടി വേണമെങ്കിൽ 2 വാക്കുകൂടി എന്നെ ചീത്ത വിളിക്കാം, വിളിച്ചോളൂ എന്ന അവസ്ഥയിൽ. കാരണം ഇതെപ്പം പാക്കേജ് പോകും, പിന്നെ ഞാൻ സെക്ലൂഷനിലായിരിക്കും, പിന്നെ എന്നെ കിട്ടില്ല, കുറച്ച് സമയം ഉണ്ടാവും, വിളിക്കാനുള്ളവരൊക്കെ ഇപ്പോൾ വിളിച്ച് തീർത്തോളൂ എന്ന രീതിയിലേക്ക് ഈ കല്ലേറൊക്കെ കിട്ടിക്കഴിഞ്ഞ ഗുണം എന്താ വെച്ചാൽ, ഞാൻ പോയി വരുമ്പോഴത്തേക്ക് ഈ കല്ലുകൾ കൂട്ടി വെച്ചൊരു മണിമാളിക പണിയാം എന്ന രൂപേണയാണ്. കാരണം എത്രത്തോളം ചീത്തകൾ, എത്രത്തോളം കുറ്റപ്പെടുത്തലുകൾ എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു, അവിടെയൊക്കെ ഞാൻ ആ കുറ്റപ്പെടുത്തലുകളെ കുറ്റപ്പെടുത്താതെ ആ സംവിധാനിക്കുന്ന, എന്നെ ഉയർത്തുന്നവനിലേക്ക്, അവൻ എത്ര വലിയവനാണ്, അവൻ എത്ര എന്നെ വലുതാക്കാനാണെന്നുള്ള ഉദ്ദേശത്തിലേക്ക് ഇങ്ങനെ സറണ്ടർ ചെയ്തിരിക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ബോണസാണ്. ആ കല്ലേറുകളും ആ ചീത്തവിളികളൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ ഇടയിൽ, മനുഷ്യരല്ല ദൈവത്തിൻ്റെ ഇടയിൽ സ്ഥാനം കൂടാനുള്ള, ദൈവത്തിൻ്റെ ഇടയിൽ ഇഷ്ടം കൂടാനുള്ള അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളവിടെ കറക്റ്റായിട്ട് നമ്മളെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, നമ്മളെ തന്നെ ഹമ്പിളാക്കിയിരിക്കുകയാണ് എന്നൊരു തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മളവിടെ വിജയിക്കുകയാണ്. ഇതാണ് ഞാനീ പറഞ്ഞ ഇൻക്ലൂസീവ് സെക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ധ്യാനം ചെയ്ത് കരകതമാക്കി എടുത്തിട്ടുള്ള ഈ മൗനമായിട്ടിരിക്കുന്ന, സ്നേഹത്തിലിരിക്കുന്ന, സറണ്ടറൻസിലിരിക്കുന്ന, സെറ്റ് ഇറ്റ് ഫ്രീ മോഡിലിരിക്കുന്ന പല മോഡുകളുണ്ടല്ലോ. ഗൈഡഡ് കോഡൊക്കെ ചെയ്തവർക്ക് ഡിഫറെൻറ്റ് മോഡാണ്. മറ്റേ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഫ്ലൈറ്റൊക്കെ കയറിയതുപോലെയാണ് ഓരോ മോഡിൽ പറക്കാം നമുക്ക്. ഇന്ന് ഞാൻ ലെറ്റ് ഗോയിലാണ് വർക്കണം, നാളെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസണിലാണ് വർക്കണം. ഇന്ന് ഏതാ മോഡ്, ഇന്ന് കംപ്ലീറ്റ് സെറ്റ് ഇറ്റ് ഫ്രീ ആണ്. ഇങ്ങനെ ഒഴുകി വി ഹാവ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഫ്ലൈറ്റ്. നമുക്ക് പല രീതിയിൽ പറക്കാൻ അറിയാമെന്നുള്ളതാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ രസം എന്താ വെച്ചാൽ, ഒറ്റ മോഡലിൽ നമ്മൾ പറഞ്ഞിട്ട് ബോറടിക്കില്ല, നമുക്കിങ്ങനെ മാറിയിട്ട് പറക്കാൻ പറ്റും. അങ്ങനെ മാറിയിട്ട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വികാരങ്ങളെ പഠിച്ചുകൊണ്ട് നമുക്ക് സംവിധാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ വികാരങ്ങൾ നമുക്ക് വ്രണപ്പെട്ട്, അല്ലെങ്കിൽ വികാരങ്ങൾക്ക് വ്രണമേറ്റ് നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഒരേ ഡോക്ടർ തന്നെ തരുന്ന, ഒരേ ഹോസ്പിറ്റലിൽ തന്നെ തരുന്ന വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകൾ നമുക്ക് രുചിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അപമാനം,
എന്ന എന്ന അനുഭവത്തിൽ അസുഖം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുമ്പം അപമാനത്തിന് ബദലായിട്ട് ദൈവം നിങ്ങൾക്ക് എന്ത് മരുന്നാണ് തരാൻ വേണ്ടി പോണത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒറ്റപ്പെടൽ എന്ന രോഗത്തിന് ദൈവം നിങ്ങൾക്ക് എന്ത് മരുന്നാ തരാൻ വേണ്ടി പോടെ. അപ്പോൾ അത് ദൈവത്തെ തന്നെയാണ് നിങ്ങൾ അറിഞ്ഞത്, പക്ഷെ ആ മരുന്നിൻ്റെ രുചികൾ വേറെ വേറെ രീതിയിൽ നമുക്ക് രുചിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ രൂപേണ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് സ്വമേധയാ സറണ്ടർ ചെയ്ത് നമ്മളെ ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ധ്യാനത്തിലൂടെ കരഗതമാക്കി എടുത്തിട്ടുള്ള ആ ഒരു എയർ മോഡ് ഉണ്ടല്ലോ, ഒരു ഫ്ലൈറ്റ് മോഡ്, ആ മോഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഇൻക്ലൂസീവ് സെക്ലൂഷനിലാണ് എന്നുള്ളതാണ്. അപ്പം ഗൈഡഡ് കോഡ് കഴിക്കുന്നവരൊക്കെ പറയാറുണ്ട്, അല്ലെ ജി ടി കഴിച്ചവർ പറയാറുണ്ട്, ജി ടി കഴിക്കുന്ന 2-3 ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് എക്സ്പ്ലോഷൻ സംഭവിക്കേണ്ട നിമിഷങ്ങളിലൊക്കെ എനിക്ക് എക്സ്പ്ലോഷൻ ഫ്രീ മോഡായിട്ട് ഫ്രീസ് മോഡിൽ ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ഈ തണുത്ത പടകം പൊട്ടൂലല്ലോ, എന്താ അറിയില്ല, തണുത്ത പടകം എന്ന് അറിയാം, അത് പൊട്ടൂല. അപ്പോൾ സാധാരണ ചെറുതായിട്ടൊരു സ്പാർക്ക് ഇടും പ്ലും എന്ന് പറഞ്ഞ് പൊട്ടുന്ന സാധനം നമ്മളൊക്കെ. പക്ഷേ ജി ടിയും ജി സി ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കുള്ള വലിയ എന്താ പറയുക, തീയുടെ കൂമ്പാരം തന്നെ വീണ് എന്ത് ഉണങ്ങിയ പടക്കം പോലെ ഇങ്ങനെ കിടക്കും. ഒരു റിയാക്ഷനും ഇല്ല, ഒരു റെസ്പോൺസും ഇല്ല. കാരണം നമ്മൾ ഓണാക്കിയ മോഡ് അതാണ്, റൈറ്റ്. അപ്പോൾ ഈ മോഡിലിരിക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രശ്നത്തെ ചൂസ് ചെയ്യാതെ, നമ്മുടെ റിയാക്ഷനെ ചൂസ് ചെയ്യാതെ, നമ്മൾ ആ പ്രശ്നവും ആ റിയാക്ഷനും സെറ്റ് ചെയ്തവനോടൊപ്പം ഇരിക്കുക എന്നതിനെ ചൂസ് ചെയ്യാണ്. ഇവിടെ ഞാൻ എന്താ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ഈ പ്രശ്നത്തെയാണോ തിരഞ്ഞെടുക്കുന്നത്, ഈ ഇമോഷണൽ റഷിനെയാണോ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഫിക്സ് ചെയ്യുന്ന, ഇതിനെ സെറ്റ് ചെയ്യുന്നവനെയാണോ തിരഞ്ഞെടുക്കുന്നത്? ഇത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡോട് നടക്കുന്ന സെലക്ഷനാണ്. ഈ സെലക്ഷൻ പാളിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് കറക്റ്റായിരിക്കണം. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറി ഇരുന്നിട്ട് ചെയ്യുന്ന കുറേ പ്രാക്ടീസുകളുണ്ട്. റിങ്ങിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ കുറച്ച് സമയം നമുക്കുള്ളൂ. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ദ പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ ഉള്ളിൽ എപ്പോഴും ബോധം ഉണ്ടാണെന്ത്, ഇത് ഈ പ്രാക്ടീസ് ഗ്രൗണ്ടിലല്ല ഷോ ഓഫ് കാണിക്കേണ്ടത്. ഞാനിന്ന് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തു, ഇന്ന് ഞാൻ നന്നായിട്ട് ദിക്കറൊക്കെ ചൊല്ലി നിസ്കരിച്ചൊക്കെ നല്ലൊരു വൈബിലിരുന്ന്. ഇത് ഇവിടെ ഇരിക്കാനുള്ളതല്ല. നിങ്ങളെ വൈബിലെ നിസ്കാരം, നിങ്ങളുടെ വൈബിലുള്ള മെഡിറ്റേഷൻ നിങ്ങൾക്ക് എവിടെ പുറത്തെടുക്കേണ്ടത്? ഇനി ലൈഫിലേക്ക് ഇറങ്ങും. അപ്പം നിങ്ങളെ കെട്ടിയോൻ ചോദിക്കരുത് ഇതിനാണ് ഈ ജി സി ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിയോട് ചോദിക്കരുത് ഇതിനാണ് ഇപ്പം നിങ്ങൾ ജി ടി എന്നൊക്കെ പറഞ്ഞാൽ എന്നും രാവിലെ പോയിട്ടിരിക്കുന്നത്, അതൊന്നും കാണാനില്ലല്ലോ എന്ന് പറയാനുള്ള കാരണം എന്താണ്? പ്രാക്ടീസ് മോഡിൽ പെർഫെക്റ്റ് ആണ്. ഓൺ ഗ്രൗണ്ടിലെത്തുമ്പം വിരാട് കോഹ്ലിക്ക് 6 അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഗ്രൗണ്ടിൽ ഈ സംഭവമൊക്കെ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇൻക്ലൂസീവ് സെക്ലൂഷൻ വർക്കൗട്ട് ആയിട്ടില്ല, എന്തോ ഒരു മിസ്സിങ് ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ. അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കുറച്ച് നേരം നിൽക്കുന്നുള്ളൂ, പെട്ടെന്ന് കാറ്റ് തീർന്നു പോകുന്നുണ്ട്, എയർ പെട്ടെന്ന് പോകുന്നുണ്ട്, എന്താ സംഭവിക്കണേ മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് ഈ അവെയർനെസ് ആദ്യം നമ്മൾ കൊണ്ടുവരാം. ഇൻറ്റൻഷൻ ഓഫ് ഇൻക്ലൂസീവ് സെക്ലൂഷൻ അതാദ്യം സെറ്റ് ചെയ്യുക. വൈ ഐ ആം ഡൂയിങ് ദിസ് എന്ന് ചോദിച്ചാൽ ഇവിടെ സുഖിച്ചിരിക്കാനുള്ളതല്ല, ഇതൊന്ന് ഡിസെൻഡ് ചെയ്ത് പോയോടുത്ത് ഹൗ ഐ ആം പെർഫോമിങ്, അവിടെയാണ് എൻ്റെ സക്സസ്. അല്ലാണ്ട് വന്നിട്ട് ഐ ഗോട്ട് ദാറ്റ് മച്ച് എന്താ പറയുക ഫ്രീ ഫീലിംഗ് ഇൻ ദ മെഡിറ്റേഷൻ, ഹൗ മച്ച് ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്, വെരി ഗുഡ്. നിങ്ങളെ പ്രാക്ടീസ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ പ്രാക്ടീസ് കറക്റ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗ്രൗണ്ടിലേക്ക് ഇറക്കുമ്പോൾ ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്, റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്. എങ്കിൽ നിങ്ങളുടെ അവെയർനെസ് നിങ്ങൾ അതിലേക്ക് ചാനലൈസ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആരോഹണവും അവരോഹണവും ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും 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 ഞാൻ വിചാരിച്ച് എൻ്റെതൊക്കെ തീർന്നെന്നാണ്, പക്ഷെ വീണ്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രശ്നമൊക്കെ വന്ന് കൈഡേ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ എയർ തീർന്നിരിക്കുന്നു, ഇനി മുകളിലോട്ട് പോകാൻ സമയമായിരിക്കുന്നു, അതുകൊണ്ട് വേഗം പ്രിപ്പയർ ചെയ്തോളൂ. അല്ല, അങ്ങനെ എയർ തീരാതിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കണം. കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു, ഇതാണ് ലൈഫ്. കയറുന്നു ഇറങ്ങുന്നു. അപ്പോൾ നമ്മളേറ്റവും നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം വരുമ്പോഴേക്ക് നമ്മൾ ഗ്രൗണ്ടഡ് ആവുന്നു, ഉടനെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയാം, അൽഹംദുലില്ലാ ഗ്രൗണ്ടഡായി. ഇതൊക്കെ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിം, ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്, ബിക്കോസ് ഓഫ് ഹിസ് മേഴ്സി. നമ്മൾ നേരെ ഗ്രൗണ്ടഡായി. അപ്പോൾ എന്ത് ചെയ്യും? ഇനി വീണ്ടും മുകളിലോട്ട് കൊണ്ടുവയ്ക്കും, അപ്പോൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വീണ്ടും നോ 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 ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹിം, നോട്ട് ബിക്കോസ് ഓഫ് മീ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിലായിട്ടിരിക്കുമ്പം, നമ്മൾ ഫോർഗീവ്നെസ്സിലായിട്ടിരിക്കുമ്പോൾ എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ തന്നെ എന്ത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക? ഓനെ എത്ര പൊക്കുമ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി 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 വന്നുകൊണ്ടിരിക്കുക. വേറെ ചില ആൾക്കാരുണ്ട് ശരീരഭാവം കൊണ്ട് താഴോട്ട് ഇറങ്ങും, പക്ഷേ ഉള്ളിലെ ഭാവം കൊണ്ട് അതിൻ്റെ മുകളിൽ എയറിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഭയങ്കര സംഭവമാണില്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ ഒന്നും ഇല്ല, അത് ഓരോരുത്തർ വെറുതെ നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് എയർ പോയിട്ടുണ്ടായിരിക്കും. അത് കേട്ടപ്പോഴത്തേക്ക് ഐ വാസ് ഇൻ എയർ, ഞാൻ സ്വർഗത്തിലെത്തിയ ഫീലിംഗ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഫീലിംഗ് ആണെങ്കിൽ അധികം വൈകാതെ നിങ്ങൾ അടിച്ചു തീർക്കും. കാരണം ഇങ്ങനെ അല്ലത് വരേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഭൂമി പോയിട്ട് ഒന്നുകൂടി ലാപ്പെടുത്ത് വരാൻ വേണ്ടി പറയും. ഇങ്ങനെ പ്രശ്നങ്ങളെ വീണ്ടും 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 ചോദിച്ച് വാങ്ങിക്കുന്ന 2 തരം ആൾക്കാരുണ്ട്.
ഒന്ന്, ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്നറിയാതെ ചോദിച്ച് വാങ്ങിക്കുന്ന ആൾക്കാർ. വേറൊന്ന്, ഇതിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണില്ലേ എന്നറിഞ്ഞുകൊണ്ട് അവർ തന്നെ വേഗം എന്ത് ചെയ്യും, ഡിസ്ഹാർമണിയുടെ സ്പേസ് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും, ഹംബിൾനെസ്സിൻ്റെ സ്പേസ് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും, കാംനെസ്സിൻ്റെ സ്പേസ് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും, ഇന്നസെൻസിൻ്റെ സ്പേസ് എപ്പോഴും അവരെപ്പോഴും അതിൻ്റെ പക്ഷം ചേർന്ന് നടത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ പക്ഷമായിരിക്കണം എപ്പോഴും മാനുഷിക പക്ഷം. മനുഷ്യൻ്റെ പക്ഷം എപ്പോഴും എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊപ്പം ആയിരിക്കണം. അവിടെയാണ് മനുഷ്യത്വമുള്ളത്, മാനവികതയുള്ളത് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ അടുത്തൊരു ജസ്റ്റ് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് മാത്രം എടുത്ത് അതിനെ ഡയറക്റ്റ് സെൻസിലെടുത്തിട്ട് ലാസ്റ്റ് എന്നെ തല്ലാൻ വരരുത്, അതുകൊണ്ട് ഡിസ്ക്ലെയിമർ ഇട്ട് പറയുന്നത്. അപ്പോൾ ഈ അടുത്തൊരു രസകരമായിട്ടുള്ളൊരു കോട്ട് കണ്ടു. അപ്പോൾ ഒരു കക്ഷിയോട് ചോദിക്കുകയാണ്, നിങ്ങളെന്തേ ദൈവവിശ്വാസം വെടിഞ്ഞത്, നിങ്ങൾ ദൈവവിശ്വാസം വെടിഞ്ഞു എന്ന് കേട്ടു, എന്ത് പറ്റി ദൈവവിശ്വാസം വെടിയാൻ? അപ്പം അവർ തിരിച്ചു പറഞ്ഞൊരു സംഭവമുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റാതിരിക്കാനും മാത്രമല്ല നിങ്ങൾ ഒരു പക്ഷവും ചേരാതിരിക്കാനാണത്. എനിക്കൊന്നും പറ്റാതിരിക്കാനും ഒരു പക്ഷം ചേരാതിരിക്കാനും അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ദൈവവിശ്വാസം വരാനുള്ള കാരണം മറ്റുള്ളവരെ വെറുക്കാതിരിക്കാനാണെന്ന്. അതാണ് പോയിന്റ്. എന്തുകൊണ്ട് ദൈവവിശ്വാസം വെടിച്ചു? മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നത് മറ്റുള്ളവരെ വെറുക്കാതിരിക്കാൻ. കാരണം ദൈവത്തിൻ്റെ പക്ഷം ചേരുമ്പോഴേക്ക് എനിക്ക് ആരൊക്കെയോ വെറുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ എനിക്ക് ആ വിശ്വാസം വേണ്ടാന്ന് വെച്ച ഒരാൾ പോലും. ഇതിൻ്റെ ഇന്നർ മീനിങ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭൂമിയിൽ ഒരാളെയും വെറുക്കാതെ കാരുണ്യത്തിലായിട്ട് കഴിയുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്തിലാന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്താണെങ്കിൽ, നിങ്ങൾ ദൈവത്തോടൊപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ഒരാളെയും വെറുക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങളെ വെറുപ്പിക്കുന്നവരെ കാണുമ്പോൾ പോലും അതിനും അപ്പുറത്തേക്ക് ഈ ലോകത്തെ പോലും വിറപ്പിക്കാൻ പോകുന്നവനോടൊപ്പം നിങ്ങൾ ചേർന്നിരിക്കുന്നത് തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മനുഷ്യരെ വെറുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഏത് ദൈവത്തോടൊപ്പമാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കണം. അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അനുഭവിച്ച തിരിച്ചറിഞ്ഞ് ആക്കി വെച്ച ദൈവത്തിന് നമുക്ക് വെറുപ്പുകൾ ഇട്ട് തരലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കണമെങ്കിൽ അതല്ല. അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ദൈവം നമ്മളൊന്ന് വിറപ്പിക്കും. നിങ്ങൾ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ അപ്പം നമ്മളെ വിറപ്പിക്കും. കാരണം എന്താ, എണീറ്റ് എൻ്റെ പേരിൽ ഈ ഗോൾ അടിക്കണം പ്ലീസ്, എടുത്ത് കൊടഞ്ഞ് വീണ്ടും കൊണ്ടുവിടും. എന്നിട്ട് എന്ത് ചെയ്യും, ഒന്നുകൂടി നമ്മളെ താഴ്മയിലാക്കും. ഞാൻ ഇനി ആരെ പറ്റി ഒന്നും പറയാനില്ല. എന്തിനാ നമ്മൾ ഓരോരുത്തരെ പറ്റി പറയണ്ടേ? ഓരും പഠിച്ചവനും തമ്മിലായിക്കോട്ടെ. നമ്മൾ വെറുതെ ഓരോരുത്തരെ ജഡ്ജ് ചെയ്യാൻ പോകണമെന്തിനാ? പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മളെ ലോകം തന്നെ ജഡ്ജ്മെൻറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി വേൾഡ് ഒരു കോർട്ടാണെന്ന് തന്നെ പറയാം. എല്ലാവരും ജഡ്ജുകളാണ്, എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ എല്ലാവരും ജഡ്ജിമാരായിരിക്കുന്ന ഒരു ലോകത്തിൽ പഠിച്ചവനിക്ക് ജഡ്ജ് ചെയ്യാൻ സ്പേസ് ഇല്ല. മൂപ്പര് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അതാ മൂപ്പര് അവിടെ കാത്തുകൾ നിങ്ങളുടെ പേര് എൻ്റെ ഒരു ടൈമുണ്ട്, നിങ്ങൾക്ക് ഒറ്റയാക്കി ഞാൻ റോൾ തരാത്ത. അതാണ് പരലോകത്തിലെ ദൈവികമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം കാരുണ്യത്തിൻ്റെ കോർട്ട് എന്ന് പറഞ്ഞൊരു കോർട്ട് ഉണ്ടെങ്കിൽ ആ കോർട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു ക്ലയൻ്റായിട്ട് ഒരു കേസ് അവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് ആയിക്കോളും. അവിടെ നമ്മൾ അപ്പുറത്തുള്ള ക്ലയൻറ്റിനെ ഇപ്പുറത്തുള്ള ഉപദ്രവിച്ചവരെ പോലും നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾ എന്താ നോക്കണത്? എനിക്ക് നീതി കിട്ടാന്നുള്ളതാണ്. എനിക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ മറ്റവർ നശിച്ചിട്ടാണ് എനിക്ക് നീതി കിട്ടേണ്ടത്, മറ്റവരില്ലാണ്ടായിട്ടാണ് എനിക്ക് നീതി കിട്ടേണ്ടതെന്ന് പറഞ്ഞൊരു ഈഗോയുടെ നീതിയുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നീതി എന്ന് പറയുന്നത് നിൻ്റെതാണെങ്കിൽ, ആ നീ തരുന്ന നീതിയാണെങ്കിൽ അത് കാരുണ്യമായിരിക്കും. അത് ഏത് രീതിയിലാണെങ്കിലും എനിക്ക് കാരുണ്യം മതി എന്നതാണ് വിഷയം. അപ്പോൾ കാരുണ്യത്തിലേക്ക് ചേർന്നിരിക്കുന്നവർ, അപ്പോൾ ഈ രൂപേണ ഈ സീക്രട്ട് അറിയുന്നവർ ഇൻക്ലൂസീവ് സെക്ലൂഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇപ്പം നമ്മൾ ഈ GT ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയൊക്കെയോ നമ്മൾ ഇൻക്ലൂസീവ് സെക്ലൂഷൻ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഉദാഹരണത്തിന് ആദ്യം ചെയ്ത മെഡിറ്റേഷൻ, ആ മെഡിറ്റേഷൻ്റെ ഇഫക്റ്റ് കൂടി ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ ഇത്രയും നേരം അടങ്ങിയിരിക്കുന്നതിൽ. നിങ്ങൾ അടക്കിയിരുത്തിയതല്ലോ, നിങ്ങൾ അടങ്ങിയിരിക്കുകയല്ലേ, സ്വമേധയാ തിരഞ്ഞെടുത്ത് അടങ്ങിയിരിക്കുന്നത്. ആ സെക്ലൂഷൻ ഇവിടെ ഉണ്ട്. ബിക്കോസ് മെഡിറ്റേഷനിൽ കിട്ടിയ ഒരു കാംനെസ്, ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇവിടേക്ക് ഇൻക്ലൂസീവ് സെക്ലൂഷനിലേക്ക് വരാൻ പറ്റി. പലപ്പോഴും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ താളം തെറ്റുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് ഓടി വരും. എന്തിനാ? ഇവിടെ വന്നിട്ട് ആ സെക്ലൂഷൻ മോഡ് ഒന്ന് ഓണാക്കിയിട്ട് അത് ഓണാക്കി ഇപ്പം ഫ്രീ ആയി, ഇപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ആ മോഡിലേക്ക് തിരിച്ച് കയറാണ്. ദാറ്റ് മീൻസ് നമുക്കുള്ളിൽ തന്നെയുണ്ട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ മോഡ് ഓണാക്കാൻ പറ്റാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ തിരിച്ചറിയാം അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇതറിയാതെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതറിയുന്നതോട് കൂടിയിട്ട് പ്രശ്നങ്ങൾ തീർപ്പാക്കപ്പെട്ടിട്ടില്ലെങ്കിലും പ്രശ്നങ്ങൾ ബാധിക്കാതെ ഹമ്പിളായിട്ടും ഗ്രൗണ്ടഡ് ആയിട്ടും എയറിലിരിക്കാൻ പറ്റുന്നൊരു മോഡ് ഉണ്ടെങ്കിൽ അതിലേക്കെങ്കിലും ഇരിക്കുമ്പം നമ്മളെ കാത്തിരിപ്പിനും ക്ഷമക്കും ഒക്കെ ഒരു രുചിയെങ്കിലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതുകൊണ്ടാണ് ചില ദൈവനിഷേധികളായിട്ടുള്ള ആൾക്കാർ പോലും പറയലുണ്ട്, ദൈവവിശ്വാസമുള്ളതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമെങ്കിലും കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവും. പ്രശ്നത്തിലൂടെ പോകുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും.
അങ്ങനെ ഒരു ദൈവം പോലും ഇല്ലയെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് എന്താവെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ഒന്നും ആവാനില്ല, തീർന്നടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അവനുണ്ടാകുന്ന ഡിപ്രഷനും ഇപ്പുറത്തുള്ളവനുണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ആശ്വാസമുണ്ട്. ഇതിന് ഏതാ ടേസ്റ്റ് കൂടുതൽ വെച്ചാൽ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോഴാണ് പേരിനെങ്കിലും ഒരു ആശ്വാസത്തിനെങ്കിലും ഞാൻ ഏതെങ്കിലും ദൈവത്തിൻ്റെ പിറകെ പോട്ടെ എന്ന് തീരുമാനിച്ചു പോകുന്ന ദൈവനിഷേധികളുണ്ട്. അവർക്ക് ദൈവം വേണ്ട, പക്ഷെ ആശ്വാസം മതി. അങ്ങനെ പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടണ്ടല്ലോ. ചിലപ്പോൾ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞ പോലെ പട്ടിണി കിടക്കുക. അപ്പോൾ ഇല്ലടാ ഇനി ബിരിയാണി ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തീർന്ന് ഓരോ സെക്കൻഡും നമ്മൾ തീർന്നുകൊണ്ടിരിക്കുക. അതേ സമയത്ത് നാളെ 10 മണിക്ക് ഒരു ബിരിയാണി വരാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ ആ പ്രതീക്ഷയിലേക്ക് കുറച്ച് കൂളായിട്ടിരിക്കും. വിശപ്പൊന്നും അടങ്ങും, കാരണം വരാനുണ്ടെന്ന് കേൾക്കുമ്പോൾ. ഈ രൂപേണ ഹോപ്പിലും ഫെയ്ത്തിലുമായിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സംഭവം അവിടെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്, എന്നിട്ട് അത് വന്നിട്ടില്ല നിങ്ങൾ ഡിപ്രഷൻ വീണ്ടും കൂടൂലാണ്. നിങ്ങൾ നാളെ 10 മണിക്ക് വരുന്നറിഞ്ഞ് കാത്തിരുന്ന് ആ 10 മണിക്ക് എന്നല്ലേ വീണ്ടും നിങ്ങളുടെ ഡിപ്രഷൻ ഇരട്ടിയായി പോലെ. ദാറ്റ് മീൻസ് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അതിൻ്റെ ആ നെഗറ്റീവ് സൈഡ് കണ്ടിട്ട് അതിലുള്ള സാധ്യതകളൊക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെ മനസ്സിൽ തന്നെ ഒരു സാധ്യത ഇല്ലാത്ത ലോകത്തിലേക്ക് തുറന്നു വെക്കുക. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു പോസിബിലിറ്റിയിലേക്കെങ്കിലും വെക്കുമ്പം നമ്മളെ മൈൻഡ് പുതിയ സാധ്യതകളെ പറ്റിയിട്ടെങ്കിലും ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴി, എന്തെങ്കിലുമൊക്കെ രീതിയിലേക്ക് നമ്മളെ മൈൻഡ് അവിടെ സെറ്റിൽ ചെയ്ത് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇൻക്ലൂസീവ് സെക്ലൂഷൻസ് ഇപ്പോൾ ഈ സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടുന്ന് നിങ്ങൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ വാട്ട്സ് ഹാപ്പനിങ്, അതാണ് GT സ്ഥിരമായിട്ടുണ്ട് എപ്പോഴും പറഞ്ഞ സംഭവമുണ്ട്. ആ ഒരു വീക്കിലേക്ക് ഇവിടുന്ന് കിട്ടിയ എനർജിയെ നിങ്ങൾ ഇൻക്ലൂസീവ് സെക്ലൂഷനായിട്ട് മാറുന്നുണ്ട്. അത് ജനറലൈസേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ പല കോണ്ടെക്സ്റ്റുകളിലും ലൈഫിൽ എക്സ്പ്ലോർ ചെയ്ത് പോകേണ്ട അല്ലെങ്കിൽ കയ്യിൽ നിന്നും പോകേണ്ട മൊമെൻറ്റുകളിൽ പോലും അത് ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഇതിന് മുന്നേയൊക്കെ ആയിട്ട് ചില നമ്മൾ പാർട്ടിസിപ്പൻസ് നമ്മൾ സെഷനിലൊക്കെ വന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അവർ വളരെ ക്രിട്ടിക്കലായിട്ട് അവരുടെ ഫാമിലിയിലെ ചില ആൾക്കാരെ വളരെ ക്രിട്ടിക്കലായിട്ട് ഈവൻ ഹോസ്പിറ്റൽസിലേക്ക് ആംബുലൻസിൽ പോകുമ്പോൾ പോലും ദേ വർ ലിസണിങ് ടു GT. അപ്പം മേ ബി അതർ പീപ്പിൾ മേ തിങ്ക് ലൈക്ക് ഇതെന്താ ഇത് ഇപ്പോൾ ഇത് കേട്ടിരിക്കുകയാണോ. ഫോർ ദം ദിസ് ഈസ് ലൈക്ക് ഇവിടെ നിന്നാണ് ഒരു ചാർജ് ചെയ്തുകൊണ്ടിരിക്കണേ. ഈ കാര്യം കേട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ മനസ്സിനെ എത്തിച്ചിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പം അവർക്ക് അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻക്ലൂസീവ് സെക്ലൂഷനിലേക്ക് അവർക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചില ആളുകൾ ആ ഇൻക്ലൂസീവ് സെക്ലൂഷൻ നടന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഇങ്ങനത്തെ ചില മൊമെൻറ്റുകൾ വരുമ്പോഴേക്കും ഇത്രയും ധൈര്യമില്ലാത്ത ഞാൻ എങ്ങനെ ഈ ധൈര്യത്തോടുകൂടി ഈ സമയത്ത് അതൊക്കെ ഏറ്റെടുത്ത് ചെയ്തു. എൻ്റെ കുടുംബത്തിൽ വേറെ ആർക്കും ധൈര്യം കാണിക്കാൻ പറ്റാത്ത നിമിഷത്തിൽ എവിടുന്നോ എനിക്ക് വന്നു. അപ്പോൾ നമ്മളറിയാം ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തൊക്കെ വർക്കായിട്ടുണ്ട്, പ്രാക്ടീസ് മോഡൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ റിസൾട്ടായി ഇനി പ്രാക്ടീസ് നിർത്താന്നില്ല, റിപ്പീറ്റ്. റിസൾട്ടായി ഇപ്പം എനിക്ക് ഏകദേശമൊക്കെ ഇങ്ങനെ സംഭവം പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇത് തീർന്നു പോകും. അതുകൊണ്ട് ഒരു നല്ല ഫൈറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സ്പോർട്സ്മാൻ ആണെങ്കിൽ അവൻ്റെ പഥ്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ പ്രാക്ടീസുകൾ, അവൻ്റെ പരിശീലന മുറകൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ താളം കണ്ടെത്തുന്ന, ബാലൻസ് കണ്ടെത്തുന്ന, ബ്യൂട്ടി കണ്ടെത്തുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗെയിമറെ സംബന്ധിച്ചിടത്തോളം ആ ബാലൻസ് എന്ന് പറയുന്നത് ആരോഹണത്തിൻ്റെയും അവരോഹണത്തിൻ്റെയും, ഉള്ളോട്ടെടുക്കുന്ന ശ്വാസത്തിൻ്റെയും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൻ്റെയും, ആരോഹണം ഉള്ളോട്ട് ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, അവരോഹണം അത് പുറത്തേക്ക് വിടുന്നു. ഈ 2 ശ്വാസങ്ങൾക്കിടയിലുള്ള താളം, അതിൻ്റെ ബാലൻസ് കണ്ടെത്തുന്നത് പോലെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഇതിൽ അവെയർ ആയിരിക്കും. ഞാൻ ഓവറായോ, ഞാൻ വല്ലാണ്ട് താഴ്ന്നു പോയോ, ഇതിൻ്റെ ആ ബാലൻസ് അവരെപ്പോഴും കീപ്പ് ചെയ്യുന്നു. ഈ ബാലൻസിൽ നിൽക്കുമ്പോഴാണ് നമ്മളൊന്നും ചെയ്യാതെ തന്നെ നാച്ചുറൽ നമ്മൾ ഈ രണ്ടിൻ്റെയും ബാലൻസ് പോയിന്റിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ഇത് കറക്റ്റ് ബാലൻസ്ഡ് ആയിക്കോളും. നമ്മൾ ഒന്നിലും ഇടപെടേണ്ട, കാരണം നമ്മൾ ആ ബാലൻസ് പോയിന്റിലാണ് പോയിട്ട് നിൽക്കണത്. നമ്മൾ അവിടെ നിന്നോ എന്നുള്ളത് മാത്രമാണ്. അതാണ് മിതത്വം, ബാലൻസ്, റിത്തം എന്നൊക്കെ പറഞ്ഞ പോയിന്റ്. അലൈൻഡ് ആകാന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ പോയിന്റിലാണ് മനുഷ്യനും ദൈവവും സമ്മേളിക്കണേന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഈ 2 ശ്വാസങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ 2 ശ്വാസം കയറി ഇറക്കുന്നതിനിടയിൽ ഏതൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ ഒരു ഭാഗത്ത് അവരോഹണത്തിൽ ഞാനും ആരോഹണത്തിൽ ദൈവം, ഇവർ രണ്ടാളും ഓപ്പറേറ്റ് ചെയ്യുക. ഇവർ രണ്ടാൾ 2 വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു പോയിന്റ് ഇങ്ങനെ മീറ്റ് ചെയ്യും. ഇതെങ്ങട്ടാ, ഞാൻ നിന്നെ കൊണ്ടുപോവാം, നീ എങ്ങട്ടാ, ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞ് 2 പേര് കയറി ഇറങ്ങുന്നതിനിടെ ഒരു സ്റ്റെപ്പിൽ വെച്ച് ഇങ്ങനെ കാണും. ഈ കണ്ടുമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെയാണ് ദൈവികതയുള്ളത്. അവിടെ മനുഷ്യനും അതുപോലെ തന്നെ അവനിലെ ദൈവികതയും ആത്മീയതയും തമ്മിൽ സമ്മേളിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് 2 ശ്വാസങ്ങൾക്കിടയിലുണ്ട് നിങ്ങൾ ആ ദൈവിക രഹസ്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ ശ്വാസം എടുത്ത് പരിശീലിച്ചാൽ മാത്രം പോരാ. ശ്വാസം എടുത്ത് പരിശീലിക്കുന്നതും അറിവെടുത്ത് പരിശീലിക്കുന്നതും ധ്യാനിച്ച് പരിശീലിക്കുന്നതും സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ ഒക്കെ പരിശീലിക്കുന്നത് എവിടെയൊക്കെ നമ്മൾ അനുഭവിക്കണം. നമ്മൾ ഈ ചൈതന്യത്തിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫ് ഇങ്ങനെ മാറി നോക്കിയാൽ തന്നെ അതിൻ്റെ ബാലൻസ് കാണാൻ വേണ്ടി പറ്റും. ഉയരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ നമ്മളോടൊപ്പം താഴ്ന്നിരിക്കുന്നുണ്ട്. ഉയരുന്നുണ്ട്, അതോടൊപ്പം നമ്മൾ നമ്മളോടൊപ്പം താഴ്ന്നിരിക്കുന്നുണ്ട്. നമ്മുടെ സർവ്വ കാര്യങ്ങളിലേക്ക് എടുത്ത് നോക്കിയാൽ ആ ഒരു ബാലൻസ് കാണുമ്പം നമുക്കും മറ്റുള്ളവർക്കും ഫീൽ ചെയ്യും അവർ ലൈഫ് ഈസ് അറ്റ് ഫ്ലോ. നമ്മുടെ ജീവിതം ഒരു ഒഴുക്കിലാണ്
എന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ലൈഫ് ഒരു റിത്തമിക് ആയിട്ടുള്ള ഒരു ബാലൻസിലാണ് എന്ന് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഉദ്ദേശം എന്താ? അടുത്ത 11 മാസത്തിലേക്ക് അത് കൊണ്ടുവരാന്നുള്ള, ഇൻക്ലൂസീവ് സെക്ലൂഷനിലേക്ക് എത്താന്നുള്ള. അപ്പോൾ ഇപ്പോൾ അടക്കം പ്രാപിച്ചതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ അല്ല കാണേണ്ടത്, ഇപ്പോൾ എത്ര അടിപൊളിയായി കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് കണ്ട് ഇത് വരാനിരിക്കുന്ന 11 മാസങ്ങളിൽ ഇതിൻ്റെ എന്ത് ഗുണഗണങ്ങളാണ് പ്രതിഫലിക്കുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ആരോഹണം കഴിഞ്ഞ് അവരോഹണത്തിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ അവിടെ അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റാം. ഓക്കെ, ഇത്രയ്ക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കൂട്ടത്തിലേക്ക് ഗുരുവായ പ്രവാചകരെ പറഞ്ഞയക്കുന്ന സമയത്ത് ആ കൂട്ടത്തിലേക്കൊക്കെ പോയപ്പം പിന്നീട് കല്ലേറ് കിട്ടുന്നുണ്ട്, ചീത്തവിളി കിട്ടുന്നുണ്ട്, അല്ലേ, ഭ്രഷ്ട് കൽപ്പിക്കലുണ്ട്, മുൾവഴിയിലൂടെ നടത്തലുണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കലുണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ ധ്യാനം തെറ്റാതിരിക്കാനുള്ള ഏക കാരണം എന്താ? അത്രയും നല്ല ഡെപ്തിലുള്ള സെക്ലൂഷനാണ് കഴിഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ബാലൻസ് എപ്പോഴും ഒരാളോട് പോലും ഉള്ളിൽ അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു പരാതി പോലും തോന്നാതെ ഒക്കെ ആ ആരോഹണത്തിലേക്ക് ഇനിയും, കാരണം ഞാൻ അറിഞ്ഞിരിക്കുന്ന അനുഭൂതിയോളം വരൂല ഇതൊന്നും. അതുകൊണ്ട് ആ അനുഭൂതിയിൽ നിന്നും എന്നെ ഏൽപ്പിക്കപ്പെട്ടതാണ് ഈ ദൗത്യമെങ്കിൽ അത് എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവൻ്റെ അനുഭൂതിയിലേക്ക് തന്നെ അതിനെ തിരിച്ചുവിടുന്നു. ഇതൊക്കെ അവനിലേക്ക് വീണ്ടും അറിയാനും അനുഭവിക്കാനുള്ള അവസരങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രവാചകരുടെ കഥയിലും ചരിത്രത്തിലേക്ക് കാണാൻ പറ്റും, ഏറ്റവും പ്രയാസത്തിലൂടെ കടന്നുപോയി അതിൻ്റെ അടുത്ത നിമിഷത്തിലായിരിക്കും വലിയ സമ്മാനങ്ങൾ, വലിയ ആത്മീയ സന്തോഷങ്ങൾ, ആരോഹണത്തിൻ്റെ, സ്വർഗാരോഹണത്തിൻ്റെ അല്ലെങ്കിൽ ഈ മിഅ്റാജ് എന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നത് ആ ബാലൻസിലൂടെ എന്നുള്ള. അവിടെ ഒരു ലെവലേശം പോലും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, ഹുങ്ക് കാണിക്കാതെ, അല്ലെങ്കിൽ നേരെ താഴെ പോയിട്ട് നെഗറ്റീവ് ഇൻഫീരിയർ ഈഗോയിൽ പോകാതെ, എവിടെയും പോകാതെ ആ സറണ്ടറൻസിലിരുന്നപ്പോൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. സോ ഇൻ കൺക്ലൂഷൻ അബൌട്ട് ദ ഇൻക്ലൂസീവ് സെക്ലൂഷൻ സിംപ്ലി ഇത്രേ പറയാനുള്ളൂ. ആസ് മച്ച് യു ബോ എന്ന മോഡ് എടുക്കുമ്പം, ദാറ്റ് ഇസ് ദ മോഡ് ഓഫ് സുജൂദ്. ആ മോഡ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ദാറ്റ് മച്ച് യു വിൽ ഗ്രോ, അതിലൊരു സംശയമില്ലാത്തതാണ്. പക്ഷേ ഗ്രോ ചെയ്യുക എന്നത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ബോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ബോ ചെയ്യുക എന്നത് എത്ര ഗ്രോ ചെയ്താലും ബോ ചെയ്യലാണ് എൻ്റെ ലക്ഷ്യം നമ്മൾ തീരുമാനിക്കണം. അല്ലാണ്ട് ബോ ചെയ്യുന്തോറും ഞാൻ ഗ്രോ ചെയ്യും എന്ന മോഡ് പിടിക്കാതെ ഗ്രോ ചെയ്യുന്തോറും എനിക്ക് വേണ്ടത് ബോ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ താഴ്ന്നുകൊണ്ടിരിക്കുക, ഞാനെപ്പോഴും ഹമ്പിൾനെസ്സിലായിട്ടിരിക്കുക, ഇതായിരിക്കണം നമ്മുടെ ഗോള്. ഞാൻ ഒരിക്കലും ഗ്രോ എന്ന പോയിന്റിനെ പറ്റിയിട്ടേ നോക്കുന്നില്ല. ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹൗ ക്യാൻ ഐ ബോ മോർ, ഹൗ ക്യാൻ ഐ സബ്മിറ്റ് മോർ, ഹൗ ക്യാൻ ഐ സറണ്ടർ മോർ എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഗ്രോത്ത് തലക്ക് പിടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എഗെയിൻ കമ്മിങ് ഡൗൺ ആസ് ബോയിങ് എന്നുള്ളതാണ്. ഈ റുഡിയാർഡ് കിപ്ലിംഗ് എന്ന് പറഞ്ഞൊരു പോയറ്റ് ഉണ്ട്, നോബൽ പ്രൈസ് കിട്ടിയ പോയറ്റ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കൊരു പോയം എഴുതിയിട്ടുണ്ട്. ആ പോയത്തിനാണ് സമ്മാനം കിട്ടിയത് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിലിങ്ങനെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം, മോനെ നീ നല്ലൊരു ഉത്തമ പൗരനായിട്ട് മാറാൻ നീ എന്തൊക്കെ ചെയ്യണം. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, നീ രാജാക്കന്മാരോടൊപ്പം നടന്നാലും സാധാരണക്കാരെ മറക്കാതിരിക്കുക, എത്ര വലിയ ആൾക്കാരുടെ കൂടെ നടന്നാലും നീ എപ്പോഴും ബോ ചെയ്തിരിക്കണം. യെസ്, ഇഫ് എന്നുള്ള പോയിന്റ്. താങ്ക് യു ഹിബ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഓരോരോ കണ്ടീഷൻസ് വരുന്നുണ്ട്. നീ എപ്പോഴാണ് ഉത്തമ പൗരനായിട്ട് മാറുന്നത്? അപ്പം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയിട്ട് നീ ഇതുവരെ നേടിയെടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും സുഖങ്ങളും ഒരു പക്ഷേ നിനക്ക് റിസ്ക് ചെയ്യേണ്ടി വരാണെങ്കിൽ, നിനക്ക് പന്തയം വെക്കേണ്ടി വരാണെങ്കിൽ, ആ റിസ്ക് നീ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന സമയത്ത് എഗെയിൻ യു ആർ ബോയിങ്, ഇതൊന്നും എൻ്റെ തലക്ക് ബാധിച്ചിട്ടില്ല, നീ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയിട്ട് ഇതെല്ലാം നീ മാറ്റിവെക്കുമ്പോൾ, ഇതെല്ലാം നീ സമർപ്പിച്ച് നിനക്ക് എത്ര നഷ്ടങ്ങളുണ്ടായാലും അതിൽ കോംപ്രമൈസ് ചെയ്യില്ലാത്ത കാര്യത്തിൽ നീ മാറ്റിവെക്കുന്ന സമയത്ത് നീ നല്ലൊരു പൗരനായിട്ട് മാറുന്നു, നീ നല്ലൊരു ഹ്യൂമൺ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നീ ഇനിയും വളരുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇത്തരത്തിൽ നല്ലൊരു സാരോപദേശം നൽകുന്ന ഒരു പോയമാണ് ഈഫ് എന്ന് പറഞ്ഞ പോയം. ഇതുപോലെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഓർമ്മ വന്നുള്ളൂ. അപ്പോൾ ഈ മോഡിൽ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ഹൗ ടു ബോ മോർ എന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഹൗ ടു ബി ഹംബിൾ മോർ അതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഗ്രോത്ത് മോഡിലായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഹ്യൂമൻ മോഡിലാണ്. ഹ്യൂമൻ മോഡിലിരിക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ബോ എന്നുള്ള സംഭവം മാത്രം എന്നുള്ളതാണ്. ഗ്രോ എന്നുള്ളത് ഡിവൈൻ മോഡാണ്. അത് ദൈവത്തിൻ്റെ, സൃഷ്ടാവിൻ്റെ, അവൻ്റെ അധീനതയിലാണ് ഗ്രോത്ത് മോഡ് എന്നുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ബോയിങ് മോഡ് എന്നുള്ളത്. സോ ആ മോഡ് ഓൺ ആക്കുക. എന്നിട്ട് ഇൻക്ലൂസീവ് സെക്ലൂഷൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലേക്കും അതിനെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അപ്പം നിങ്ങൾ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻക്ലൂസീവ് സെക്ലൂഷനിലാണ്. കാരണം നിൻ്റെ മനസ്സാന്നിധ്യം ഉള്ളിടത്താണ് ഈശ്വര സാന്നിധ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സാന്നിധ്യം ഇല്ലാത്ത ഒരു കാര്യത്തിലും ഈശ്വര സാന്നിധ്യം ഇല്ല. കാരണം ഈശ്വര സാന്നിധ്യം അതിൽ വരണമെങ്കിൽ നിൻ്റെ മനസ്സ് പരിപൂർണമായിട്ടുള്ള ഏകാഗ്രമായിട്ട് അവെയർനെസ്സോടുകൂടി അതിൽ പരിപൂർണമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അതിന് നമുക്കെല്ലാവർക്കും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ഇതിനെ പല രീതിയിൽ
പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 259 ആഴ്ചകളായിട്ട് നമ്മളത് പരിശീലിച്ചുകൊണ്ടിരിക്കുക. ഇതെന്ന് തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ഈ കയറ്റിറക്കം ഉണ്ടല്ലോ, ഇത് ഒറ്റ വരാവുന്നൊരു സമയമുണ്ട്, മരിക്കുക ആ സമയത്ത് തീരും. അതുവരെ നമ്മളിത് പരിശീലിച്ചുകൊണ്ടിരിക്കണം. കാരണം അതുവരെ നമുക്ക് മനുഷ്യൻ എന്നുള്ള മോഡുള്ളിടത്തോളം കാലം നമ്മളിത് പരിശീലിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാനുഷിക തലത്തിലിരുന്നു കൊണ്ട് ദൈവിക തലത്തിലേക്ക് ഉയരാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്ക് നമ്മൾ ഈ റമദാൻ എന്ന് പറഞ്ഞ സീരീസ് കഴിഞ്ഞിട്ടുണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഒരു ഈദ് വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സെലിബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് ആഘോഷമാണ്. അപ്പോൾ ആ ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ അത് എങ്ങനെയാകട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനകളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആരാധനകളോടൊപ്പം ഇരുന്ന സെക്ലൂഷനിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ മറ്റുള്ളതിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. ഇത്രയും കാലം ഞാൻ ഗ്രൗണ്ടിലായിരുന്നു, ഒന്ന് റിങ്ങിൽ ഇറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ വ്രതമാസം കഴിഞ്ഞിട്ട് ശരിക്കുള്ള ലൈഫിലേക്ക് ഇറങ്ങാൻ പോവാം. അപ്പോൾ ഇറക്കത്തിന് കിട്ടുന്ന ഒരു വെൽക്കം ഓഫർ പോലെ, ഒരു വെൽക്കം എക്സ്പീരിയൻസ് പോലെ നിങ്ങൾ അതിനെ സമീപിക്കുക. അങ്ങനത്തെ ആഘോഷം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകട്ടെ. അത്തരത്തിലൊരു പെരുന്നാളായിട്ട്, ഒരു ദിവസമല്ല പെരുന്നാൾ, 11 മാസമാണ് ആ പെരുന്നാൾ നിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കേണ്ടത്. കാരണം ഇനി നിങ്ങൾ എപ്പോഴും റിങ്ങിലാണ്, ഗ്രൗണ്ടിലാണ്. ഇനി അത് കഴിഞ്ഞ് മെയിൻ്റനൻസിന് അടുത്ത വർഷം കയറ്റാൻ വേണ്ടി പോകണം. അതുകൊണ്ടാണ് സൂക്ഷ്മതയുള്ളവരായിട്ട് മാറുക. നിങ്ങളുടെ പരിശീലന മുറകളിൽ നിങ്ങൾ അവെയർ ആയിക്കൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങുന്ന ഘട്ടത്തിൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇന്ന് ലോകം വളരെ അരാഷ്ട്രീയമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകണം. നമുക്കറിയാം. അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഹമ്പിളായിട്ടിരുന്നിട്ട്, നമ്മൾ ബോയിങ്ങിലിരുന്നിട്ട്, നമ്മൾ ഹമ്പിളായിട്ടിരുന്നിട്ട് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം. അത്തരത്തിലുള്ള പ്രാർത്ഥനകളും ഉയരട്ടെ. ബിക്കോസ് ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടെയിൻസ്, പ്രെയർ ഇസ് സോ മച്ച് പവർഫുൾ വെപ്പൺ. അത്രക്കും പവർഫുൾ ആയിട്ടുള്ളൊരു വെപ്പണാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ എല്ലാ തലങ്ങളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടില്ലാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം രാഗി മിനുക്കി എടുത്തിട്ട് എല്ലാവരും കൂടി അത്തരത്തിലുള്ള പ്രാർത്ഥനാ മിസൈലുകൾ എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്ക് തൊടുത്തു വിടാൻ വേണ്ടി നോക്കാം. നമ്മുടെ ഹൃദയ രാജ്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ദൈവിക സാമ്രാജ്യമാണ്. അപ്പോൾ ദൈവിക സാമ്രാജ്യത്തൊന്നും ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഒരു മിസൈൽ വീഴുന്നുണ്ടെങ്കിൽ അത് കാരുണ്യത്തിൻ്റെതാണ്, വെളിച്ചത്തിൻ്റെതാണ്, സമാധാനത്തിൻ്റെതാണ്, തെളിച്ചത്തിൻ്റെതാണ്, അല്ലേ, ഒന്നിക്കലിൻ്റെതാണ്. അപ്പോൾ അതിന് എന്താ ചെയ്യാൻ പറ്റുക? ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ പോരാളികൾ, ദൈവത്തിൻ്റെ സിംഹാസനം കുടികൊള്ളുന്ന അവരുടെ ഹൃദയത്തിൽ നിന്നും ആത്മനിർഭരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, പ്രതീക്ഷയുടെ മിസൈലുകൾ തൊടുത്തു വിടുക പ്രാർത്ഥനകളായിട്ട്. അത് എല്ലായിടത്തും പോയി പതിക്കട്ടെ. അത് പതിക്കുന്നിടത്തൊക്കെ ചോരകൾ മാറിയിട്ട്, അല്ലേ, ഒന്നിക്കലുണ്ടാകട്ടെ. അത് പതിക്കുന്നിടത്തൊക്കെ ഈ പറഞ്ഞ തീക്കനലുകൾ മാറിയിട്ട് പ്രകാശം ജ്വലിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. താങ്ക് യു സോ മച്ച്.